വളരെ വേഗത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന മെസ്സേജിലേക്ക് പോകാം. ആരോ ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകയിൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടതും വഴിയത്രയിൽ കണ്ടുമുട്ടിയ ശമര്യക്കാരൻ വെച്ചുകെട്ടി അവനെ വഴിയമ്പലത്തിൽ എത്തിച്ചതുമായ ചരിത്രമാണ്. അതിനോട് ചേർന്ന് നമ്മൾ മുടിയംപുത്രൻ്റെ കഥ കൂടെ ചിന്തിച്ചു. കാര്യം അവനും ജീവിതത്തിൽ വസ്ത്രം നഷ്ടപ്പെട്ടവനായി. മുടിയംപുത്രനേക്കാൾ ഉപരി ഈ മനുഷ്യൻ ജീവിതത്തിൽ ആരോഗ്യം വരെ നഷ്ടപ്പെട്ടു. മുടിയംപുത്രനെ കൾച്ചറും വസ്ത്രവുമേ നഷ്ടപ്പെട്ടുള്ളൂ. അവൻ സ്വകുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ അപ്പൻ്റെ ഭവനത്തിൻ്റെ മാന്യതയും കൾച്ചറും കളഞ്ഞ് ആ പിഗറി കൾച്ചറിലേക്ക് ഇറങ്ങിപ്പോയി, പന്നിക്കൂട്ടത്തിൻ്റെ കൾച്ചറിലേക്ക് ഇറങ്ങിപ്പോയി. യവനെയും തിരിച്ചു കൊണ്ടുവരേണ്ടത് ആവശ്യമായിരുന്നു. അവൻ സ്വമനസ്സാൽ കമ്മിറ്റ് ചെയ്തു. അങ്ങനെ അവനെയും അപ്പൻ അംഗീകരിച്ചു. ഇവരെ രണ്ടുപേരെയും കൂടെ വളരെ കമ്പയർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ മണ്ഡലത്തിൻ്റെ എല്ലാ ഏരിയയും തൊടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. നഷ്ടമായതിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദൈവം. അവനെ കൊണ്ടുവന്ന് വഴിയമ്പലത്തിലാക്കി. ആരോഗ്യം ഉണ്ടായിരുന്നവനോട് അപ്പൻ പറഞ്ഞു, അവന് വേൽത്തരമായ വസ്ത്രം കൊടുത്ത് കാലിന് ചെരുപ്പും കൈക്ക് മോതിരവും ഇടിയിപ്പിച്ച് തടിപ്പിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്ത് വീട്ടിൽ സന്നാഹങ്ങളോടും ഉത്സാഹത്തോടും കൂടെ സന്തോഷിച്ച് അവനെ തിരികെ അംഗീകരിക്കാം. എന്നാൽ ഇവിടെയാണെങ്കിൽ അവന് തന്നെ ഇത് ചെയ്യാനൊക്കാത്തത് കൊണ്ട് അവനെ ഒരു വഴിയമ്പലത്തിൽ കൊണ്ടുവന്നു, വഴിയമ്പലക്കാരൻ്റെ കയ്യിലേൽപ്പിച്ചു. ഇത് സഭയുടെ മാതൃകയാണ്. വഴിയിറമ്പിൽ രക്ഷിക്കപ്പെട്ടവനെ, വഴിയിറമ്പിൽ ആത്മാവും ശക്തിയും പ്രാപിച്ചവനെ വഴിയിറമ്പിൽ കളയാതെ സഭയിൽ ഏൽപ്പിക്കുക യേശുക്രിസ്തുവിൻ്റെ പദ്ധതിയാണ്. ഒരു രാത്രി മുഴുവനും എങ്കിലും അവൻ്റെ കൂടെ താമസിച്ചവനെ ശുശ്രൂഷിച്ചു. പിറ്റന്നാൾ പുറപ്പെടുമ്പോൾ, അപ്പോഴത്തേക്ക് അവൻ്റെ പ്രകൃതി ഒത്തിരി മാറി. പിറ്റന്നാൾ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തേച്ച് പറഞ്ഞു, ഇതുകൊണ്ട് ഇവനെ ശുശ്രൂഷിക്കണം. ഞാൻ മടങ്ങി വരുമ്പോൾ അധികം എന്തെങ്കിലും ചിലവിട്ടെങ്കിൽ തിരിച്ചു തരാം. അഥവാ മടങ്ങി വരവിൻ്റെയും പ്രതിഫലത്തിൻ്റെയും വാഗ്ദത്തം സഭയ്ക്കേൽപ്പിച്ചു. അതൊക്കെയാണ് നമ്മൾ പ്രധാനമായും ചിന്തിച്ചത്. ഇടത്തെ അറ്റത്ത് മുകളിലത്തെ സൈഡിൽ വഴിയറമ്പിൽ കിടന്നിരുന്നവനെ താഴത്തെ സൈഡിൽ ഇടത്തെ അറ്റത്തായപ്പോഴത്തേക്ക് ആ കൾച്ചറിൽ നിന്ന് മാറ്റി, പിഗറി കൾച്ചറിൽ നിന്ന് പോയി അപ്പൻ്റെ വീട്ടിലെ കൾച്ചറിലേക്ക് എത്തിച്ചു. അതിൻ്റെ വലത്തെ അറ്റത്തേക്ക് മാറുമ്പോൾ സഭയിൽ നിന്ന് 7 കൂട്ടർ പുറത്തു വരുന്നതിൽ ഏറ്റവും ഉന്നതമായ ഗ്രൂപ്പ് മണവാട്ടി എന്ന പദവിയിലേക്ക് എത്തിച്ചു. തുടർന്ന് നമ്മളെ 3 ന്യായാസനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു തുടങ്ങിയത്. സ്വർഗത്തിൽ ഒന്നാമതായി നടക്കുവാനുള്ള അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ നിത്യതയിലെത്തിയാൽ നാം മധ്യാകാശത്തിലേക്ക് ചെന്നാൽ ആദ്യമായി നടക്കുവാനുള്ള ബേമ എന്ന ദൈവിക കോടതി. അവിടെ ഒരാൾ ചെയ്ത പ്രവൃത്തികൾ ശോധന ചെയ്യും, ഏതടിസ്ഥാനത്തിന്മേൽ എന്ന് ശോധന ചെയ്യും. അതിനെ തുടർന്ന് കർത്താവായ യേശുക്രിസ്തു തൻ്റെ സഭയുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ഒലിവുമലയിൽ തൻ്റെ പാദം വയ്ക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് എതിർ ക്രിസ്തുവിനെ ജയിക്കുകയും ഈ ഭൂമിയുടെ ഭരണം തിരികെ പിടിക്കുകയും തൻ്റെ പിതാവിൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്യും. അതോട് ചേർന്ന് ലോകജാതികളെ ന്യായം വിധിക്കേണ്ടതിനും അന്നുള്ള എതിർ ക്രിസ്തുവിനെ ന്യായം വിധിക്കേണ്ടതിനും മറ്റുമായി തേജസ്സിൻ്റെ സിംഹാസനം താൻ വെക്കും. ആ തേജസ്സിൻ്റെ സിംഹാസനം നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു കൊണ്ടിരുന്നു. ഒടുവിലായി ഒരു ഗ്രേറ്റ് വൈറ്റ് ത്രോൺ, ഒരു വലിയ വെള്ള സിംഹാസനം ഞാൻ കണ്ടു. അത് അന്തിമ ന്യായവിധിയാണ്. അത് ഈ ഭൂമിയിലായിരിക്കുമെന്ന് തോന്നുന്നില്ല. ഭൂമിക്ക് വെളിയിൽ മറ്റെവിടെയോ വെച്ചായിരിക്കും എന്ന് തോന്നുന്നു. അവിടെ വരെ എത്തണമെന്ന് എനിക്ക് ആശയുണ്ട്. ഇന്നുകൊണ്ട് തീർക്കണമെന്നാണ് എൻ്റെ ആശ. നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനെക്കുറിച്ച് ഓടിച്ച് ചിന്തിച്ച് ഓർപ്പിച്ചു പോകാനാണ്, വിശദീകരിക്കാനല്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വിശദീകരിച്ചു. ഓടിച്ച് ചിന്തിച്ച് ഓർപ്പിച്ചു പോയാൽ യേശുവിൻ്റെ 2ാമത്തെ വരവ് ഇറ്റ്സ് എ മിസ്റ്ററി. അതിനെക്കുറിച്ച് പൂർണ്ണമായൊരു വിശദീകരണം നമുക്ക് കിട്ടിയിട്ടില്ലാത്ത ഒരു മാർമിക വെളിപ്പാട് മാത്രമാണ്. ഇതൊരു മർമ്മമാണ്. ആകയാൽ അതിനെക്കുറിച്ച് വ്യത്യസ്ത ആശയങ്ങൾ തിരുവചനത്തിലുണ്ട്. കള്ളനെ പോലെയാണ് വരുന്നതെന്ന് ചിന്തിക്കാം, വെളുപ്പിനെയാണ് വരുന്നതെന്ന് ചിന്തിക്കാം, പകലാണ് വരുന്നതെന്ന് ചിന്തിക്കാം, വൈകുന്നേരമാണ് വരുന്നതെന്ന് ചിന്തിക്കാം, പാതിരാത്രിക്ക് അല്ലെങ്കിൽ രാത്രി സമയത്തായിരിക്കും വരുന്നതെന്ന് ചിന്തിക്കാം. ഒരളവിൽ ഇതെല്ലാം സത്യമാണ്. ഭൂമിയിൽ ഒരിടത്ത് രാവും, ഒരിടത്ത് പകലും, ഒരിടത്ത് സന്ധ്യയും, ഒരിടത്ത് വെളുപ്പും ഒക്കെ ആയിരിക്കും. ഏതായാലും വ്യത്യസ്ത ആശയങ്ങൾ. ഇനി ഒരിടത്ത് പറയുന്നു എല്ലാവരും കാണത്തക്കതുപോലെ പരസ്യമായിട്ടാണ് വരുന്നത്. ഇതെല്ലാം സത്യമാണ്. എന്നാൽ ഒന്നിനെക്കുറിച്ചും പൂർണ്ണമായൊരു രൂപം ഒരിടത്തും തന്നിട്ടില്ല. കാരണം ഇത് ഒരു മിസ്റ്ററിയാണ്. ഇത് ഒരു വെളിപ്പാടിൻ്റെ ഭാഗം ഏൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്ക് മനസ്സിലാകത്തക്ക ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് അവിടെയും ഇവിടെയും ഒക്കെ കൂട്ടിച്ചേർക്കാം. കൂട്ടത്തിൽ കുറേ ഗസ് വർക്കുകൾ അവിടെയൊക്കെ ഉണ്ടാകും. ഒരാൾ പ്രസംഗിച്ചതുപോലെ തന്നെ ആകണമെന്നില്ല വേറൊരാൾ പറയുന്നത്.
കാര്യം ഞാൻ പറഞ്ഞു പൂർണ്ണ വെളിപ്പാടല്ലാത്തതിനാൽ അവിടെ ബലഹീനതകൾ ഉണ്ടാകാം. അതിൻ്റെ പുറത്ത് തർക്കിച്ചുകൊണ്ടിരിക്കാതെ കർത്താവ് വരുമെന്നത് ഉറപ്പാകയാൽ നമുക്കതിനു വേണ്ടി ഒരുങ്ങുവാൻ നാം തയ്യാറാകാം. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് എ മിസ്റ്ററി എന്ന് കാണാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് 3 ഭാഗങ്ങളായിട്ട് നാം ചിത്രീകരിച്ചു. അതിനെ 2 ഭാഗമായി ചിത്രീകരിക്കുന്നവരുണ്ട്. അവരെങ്ങനെ ചിത്രീകരിക്കാനുള്ള തെളിവുകൾ ഞാൻ പറയാം. യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ 1-ാം ഭാഗത്തിൽ മധ്യാകാശത്തിലേക്ക് സഭ മാറ്റപ്പെടും. അവിടേക്ക് സഭ മാറ്റപ്പെട്ടാൽ പിന്നെ 7 വർഷം കഴിയുമ്പോൾ സഭയുമായി യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വന്നാൽ വെള്ളസിംഹാസന വിധി വരെ തിരിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നതായി കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ വരവിൻ്റെ 3-ാം ഘട്ടം എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല എന്ന് തീർത്തും പറയാൻ കഴിയും. പക്ഷെ ഞാനങ്ങനെ പറയാനുള്ള കാരണം വെള്ളസിംഹാസന ന്യായവിധി വരുന്നതോടുകൂടെ ഈ ഭൂമി കാണാനില്ല, ഈ ഭൂമി അപ്രത്യക്ഷമായി. ഈ ആകാശം കാണാനില്ല, ഈ ആകാശം അപ്രത്യക്ഷമായി. വേറെ എവിടെയോ വെച്ചോ അത് നടക്കുന്നത്. ആ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് ഈ ത്രൂ ദ ത്രോൺ, സിംഹാസനങ്ങൾ അവിടേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ അത് 3-ാമതൊരു ഇടമാത്, അത് വരവിൻ്റെ 3-ാമത്തെ ഭാഗമായി. അതുകൊണ്ടാണ് ഞാൻ ചിത്രീകരിച്ചത്. ഞാൻ പറഞ്ഞത് വ്യക്തമായൊരു വെളിപ്പാട് അതിനെക്കുറിച്ച് ഇല്ലാത്തത് കൊണ്ട് ഗസ് വർക്ക്സ് എപ്പോഴും ഉണ്ടാവും. ഇതല്ല നമ്മുടെ വിഷയം. 3 ന്യായവിധികൾ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ആ ആശയത്തിലേക്ക് പോകട്ടെ, അല്ലെങ്കിൽ ഒരാശയം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല എന്ന് ഓർപ്പിക്കുകയാണ്. അങ്ങനെ വ്യത്യസ്ത ന്യായവിധികൾ നടക്കും. അതിൽ ബേമ എന്ന കോടതി വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചു. അതിനെ തുടർന്ന് ഗ്ലോറി ത്രോണിനെ കുറിച്ച് നമ്മൾ തൊട്ടു. തുടർന്ന് ഗ്രേറ്റ് വൈറ്റ് ത്രോൺ, അതായിരിക്കും ഇന്ന് ഗൗരവമായി എടുക്കേണ്ടത്. ദൈവത്തെ സഭയെ ഇവിടെ നിന്ന് പ്രീ ട്രിബുലേഷൻ തിയറി അനുസരിച്ച് 3 തിയറികളുണ്ട്, തൊടുന്നില്ലെന്ന് 3 തിയറി. ഒന്നാമത്തേതനുസരിച്ച് പ്രീ ട്രിബുലേഷൻ തിയറി, മഹോദ്രവം ഭൂമിയിൽ നടക്കുന്ന ആ 7 വർഷം ദൈവസഭ ഇവിടെ കാണപ്പെടത്തില്ല എന്നും അതിൻ്റെ തെളിവുകൾ ഞാൻ പറഞ്ഞു. നോഹയുടെ കാലത്ത് നോഹ ജലപ്രളയത്തിൽ അകപ്പെടാതെ വണ്ണം കപ്പലിൽ കയറ്റിയ ശേഷമാണ് ജലപ്രളയം അയച്ചത്. നോഹയുടെ കാലത്ത് നോഹയ്ക്ക് അങ്ങനെയാണ് സംഭവിച്ചത്. ലോത്തിൻ്റെ കാലത്ത് ലോത്ത് തീയിലകപ്പെടാതെ ലോത്തിനെ വലിച്ചിറക്കിയ ശേഷമാണ് തീ അയച്ചത്. ഈ 2 വാക്യങ്ങൾ യേശു എടുത്തു പറഞ്ഞ ശേഷം അതുപോലെയാകും മനുഷ്യപുത്രൻ്റെ നാളിലെന്ന് പറഞ്ഞതിൽ നിന്നാണ് പ്രീ ട്രിബുലേഷൻ തിയറിയുടെ ആരംഭം. അങ്ങനെയാണെങ്കിൽ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. തുടർന്നൊരു 7 വർഷം സ്വർഗത്തിൽ ന്യായവിധിയും പ്രതിഫലങ്ങളും കുഞ്ഞാടിൻ്റെ കല്യാണവും കുഞ്ഞാടിൻ്റെ രാജ്യത്വവും ഇത്രയും കാര്യങ്ങൾ നടന്ന ശേഷം സഭയുമായി ഈ ട്രിബുലേഷൻ കഴിയുമ്പോൾ യേശു ഇറങ്ങി വരും. ഈ ആശയം ഒരു ചാർട്ട് രൂപത്തിൽ തന്നതായിരുന്നു. നമ്മളത് വായിച്ചു. നമ്മൾ ട്രിബുലേഷനിലൂടെ കടന്നു പോകുന്നോ എന്നൊരു ചോദ്യമുണ്ട്. കാര്യം ഇന്ന് ഭൂമിയിൽ നടക്കുന്ന കൊലയും കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നടക്കുന്ന നീചകൃത്യങ്ങളും, പള്ളികൾ ചുട്ടുകരിക്കുന്നതും ആത്മാക്കളെ ചുട്ടുകരിക്കുന്നതും ജീവിതങ്ങളെ എരിക്കുന്നതും വാളുകൊണ്ട് കൊല്ലുന്നതും കഴുത്തറുത്ത് കൊല്ലുന്നതും തീയിലിട്ട് ചുടുന്നതും മറ്റും എന്തിന് കല്ലേറ് മുതൽ പള്ളി പൊട്ടിക്കുന്നത് വരെ ഇന്ന് നടക്കുന്ന പീഡകളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ ഇത് മഹോദ്രവമല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ആണെന്ന് പറയാൻ എനിക്ക് ഒക്കത്തില്ല. കാരണം ഇതിനേക്കാൾ വലിയ അപകടങ്ങൾ ഇതിനു മുമ്പേ നടന്നിട്ടുണ്ട്. AD 70 മുതൽ ക്രൈസ്തവ ചരിത്രം എടുക്കുന്നുവെങ്കിൽ കൂട്ടക്കൊലകൾ ധാരാളമായിരുന്നു, അസംഖ്യമായത് നടന്നിരുന്നു. അതൊന്നും മഹോദരവുമായിരുന്നില്ലെങ്കിൽ അതിനേക്കാൾ കവിഞ്ഞൊന്നും ഇന്ന് നടക്കുന്നില്ല. എന്നാൽ ഇപ്രാവശ്യം നടക്കുന്ന കലാപങ്ങൾക്ക് പുറകിൽ വേറെ ചില ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്. ഒന്ന്, ബ്ലഡ് മൂണുകൾ മുതലായി ദൈവത്തിൻ്റെ കലണ്ടർ സ്വർഗത്തിൽ തുറന്നതനുസരിച്ച് ഇതിൻ്റെ അന്ത്യത്തിലേക്ക് വന്നു എന്നത് ഉറപ്പിച്ചു പറയുന്നു. ആ ബ്ലഡ് മൂണുകൾ അതായിരുന്നു. നമ്മൾ ആ സമയത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഏകലോക ഭരണത്തിന് വേണ്ടി ഒരു ഗവൺമെൻറ് തയ്യാറായത് നമ്മൾ വളരെ വ്യക്തമായി UNOയുടെ ചരിത്രമെടുത്തു. എവിടുന്ന് വന്നു എതിർ ക്രിസ്തു എന്ന വിഷയം നമ്മൾ ഗൗരവമായി പഠിച്ചു. ആ കാര്യങ്ങൾ തയ്യാറായത്. അതിൻ്റെ ശേഷം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പീഡ, അതോടൊപ്പം തന്നെ 666 രംഗപ്രവേശനം, അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇന്നത് ആയിക്കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് വന്നതോടുകൂടെ നാം മഹോദ്രവത്തിൻ്റെ വക്കത്ത് നിൽക്കുകയായിരിക്കും. എനി മൂമെൻറ്റ് അങ്ങോട്ട് ചവിട്ടാം എന്നൊരു ചിന്താഗതിയിൽ ഞാൻ നിൽക്കുകയാണ്. എപ്പോഴാണെങ്കിലും നാം അതിന് തയ്യാറാകുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. അതിനടുത്തതായിരുന്നു ബേമ. നമ്മൾ കണ്ടു ദൈവത്തിൻ്റെ സ്വർഗത്തിൽ മധ്യാകാശത്തിൽ നടക്കുവാനുള്ളതായ ന്യായക്കോടതി. ഏത് അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു, ഏത് തത്വത്തിൻ്റെ മേൽ പണിതിരിക്കുന്നു എന്നൊന്നാമതായി അവനവൻ്റെ പണിയെ ശോധന ചെയ്യും. നാം യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ തിരുവചനത്തിൻ്റെ വ്യവസ്ഥ മേൽ പണിതിരിക്കുന്നെങ്കിൽ ആ പണി ശോധന ചെയ്യും, അല്ലാത്ത പണി ശോധന ചെയ്യുകയില്ല. ഞാൻ എപ്പോഴും പറയുമ്പോൾ കട്ട് ആൻഡ് റൈറ്റ് എന്ന് പറയാറുണ്ട്. വെട്ടൊന്ന് മുറി 2 നാകരുതെന്ന് ആളുകൾ പറഞ്ഞെങ്കിലും ശരിക്ക് വെട്ടിയാൽ 2 അല്ലാതെ പിന്നെ 3 മുറിയാൻ ഒക്കുമോ?
വെട്ടേണ്ടത് വെട്ടാതെ ഒക്കത്തില്ല. ഞാൻ ആരെയും വിധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദൈവവചനം വിധിച്ച വിധി പറയുകയല്ലേ സഭയുടെ കടമ. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ വിധികളെക്കുറിച്ച് പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഒരുവൻ വിശ്വസിക്കാതെ സ്നാനമേറ്റാൽ അവൻ്റെ പണി ശോധനയ്ക്ക് എടുക്കുമോ? ദൈവവചനം സത്യമെങ്കിൽ ഇല്ല. കാരണം യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൻ്റെ വെളിയിൽ പണിയുന്ന യാതൊരു പണിയും ശോധനയ്ക്ക് എടുക്കുകയില്ല. 2, എത്തരം പണിയാണ് പണിതത്? മരം, പുല്ല്, വൈക്കോൽ മുതലായവ കൊണ്ടുള്ള പണിയാണെങ്കിൽ ആ പണി മുഴുവനും തീയിൽ ശോധന കഴിക്കുമ്പോൾ വെന്തുപോകും. പേരിനും പ്രതാപത്തിനും സ്വയം ഉയരേണ്ടതിനും വേണ്ടി ചെയ്തതൊക്കെയും നഷ്ടമാകുമ്പോൾ ആത്മാർത്ഥമായി ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ച, ആത്മാർത്ഥമായി ദൈവത്തിനു വേണ്ടി വില മുടക്കി ചെയ്ത സകല പണികളും നിലനിൽക്കും എന്നൊരാശയം കാണാം. 2ാമത്തെ ആശയം, ഓരോ വ്യക്തിയായിരിക്കും ന്യായം വിധിക്കുന്നത്. ഗ്രൂപ്പായി എഴുന്നേറ്റ് നിന്ന് മറുപടി പറയുന്നത് പോലെയല്ല. ഒറ്റയ്ക്ക് ദൈവം മുമ്പിൽ നിന്നുകൊണ്ട് ന്യായവിധി നടക്കുന്ന ഒരു ദിവസമാണ് നമ്മൾ നോക്കുന്നത്. എവ്രി മാൻ വിൽ ബി ബൈ ഫയർ. നാം ജഡ്ജ് ചെയ്യപ്പെടുന്നതായ സമയം വരും. ജഡ്ജ് ചെയ്യപ്പെടുമ്പോൾ ലഭിക്കേണ്ട പ്രതിഫലങ്ങൾ അവരവർക്ക് ലഭിക്കും, ലഭിക്കേണ്ട കിരീടങ്ങൾ അവരവർക്ക് ലഭിക്കുമെന്ന് നമ്മൾ കണ്ടു. തുടർന്ന് മധ്യാകാശത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് ബേമ എന്ന കോടതി കഴിഞ്ഞു. 2, യേശുവിൻ്റെ രാജ്യത്വം ഏറ്റെടുക്കലാണ്. യേശുവിനെ രാജാവായി അഭിഷേകം ചെയ്യേണ്ടതിന് വേണ്ടി തൻ്റെ പിതാവ് രാജ്യത്വം തനിക്ക് കൈമാറും. യേശു കന്യകയിലൂടെ ജനിക്കുന്നതിന് മുന്നമേ രാജ്യത്വം അവൻ്റെ തോളിൽ, ആധിപത്യം അവൻ്റെ തോളിലിരിക്കുമെന്ന് പ്രവാചകനാകുന്ന യെശയ്യാവിലൂടെ കർത്താവ് പറഞ്ഞിരുന്നു. എന്നാൽ അത് യാഥാർത്ഥ്യമാകുന്നത് ഇനിയും മധ്യാകാശത്തിൽ വെച്ചാണ്. താനിവിടെ ചെയ്തു തീർക്കുവാനുള്ള പ്രവൃത്തികൾ ചെയ്തു തീർത്ത ശേഷം തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ജനത്തെ നിത്യതയിൽ എത്തിച്ച് തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ച ശേഷം ആ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് മാത്രമേ നേരത്തെ പ്രോമിസ് ചെയ്തിരുന്ന രാജ്യത്വം യേശുവിൻ്റെ മേൽ കൊടുക്കുന്നുള്ളൂ, കൺഫർ ചെയ്യുന്നുള്ളൂ. വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ ഒരു വലിയ ശബ്ദം കേൾക്കാം, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ദൈവം കുറേ ജോലികൾ ഏൽപ്പിച്ച ശേഷം, നമ്മുടെ കയ്യിൽ കുറേ ഡ്യൂട്ടികൾ തന്ന ശേഷം, ഞാൻ നിന്നെ വളർത്തും, പണിയും, വലിയവനാക്കും എന്നൊരു പ്രവചനമുണ്ടായാൽ പണി തീർത്ത ശേഷമേ ആ വലിയവനാകത്തുള്ളൂ എന്ന് മറക്കരുത്. ഞാൻ യേശുവിനേക്കാൾ ഉന്നതമായ എക്സാമ്പിൾ എവിടെ നിന്ന് എടുക്കണം? താൻ ജനനത്തിന് മുന്നമേ, യുഗങ്ങൾക്ക് മുന്നമേ നിത്യതയിൽ ദൈവമായിരുന്നു. ആ ദൈവമായിരിക്കെ ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകുമെന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ എന്നെ അയക്കണമേ, ഞാൻ പോകാമെന്ന് തൻ്റെ പിതാവിനോട് പറഞ്ഞവനായ ക്രിസ്തു, യുഗങ്ങൾക്ക് മുൻപേ മാതാവില്ലാതെ പിതാവിൽ നിന്ന് ഉത്ഭവിച്ചവനായ യേശു സ്വയം ഒരു ജോലി, മാനവവർഗത്തിൻ്റെ രക്ഷ ഏറ്റെടുത്തു. തന്നോട് പറഞ്ഞു, നിന്നെ രാജാവാക്കും. അതേ, തൻ്റെ രാജാവാന്നു. ലോകമുണ്ടാകുന്നതിന് മുന്നമേ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് നീ തിരിച്ചു വരും, നീ കിരീടധാരിയായിരിക്കും. പക്ഷേ ആ കിരീടം തൻ്റെ തലയിൽ വയ്ക്കണമെങ്കിൽ താൻ ഏറ്റെടുത്തതും ദൈവം അയച്ചതുമായ ക്രിയ നടന്നേ മതിയാകും. താനിവിടെ കൊയ്തെടുത്ത ദൈവത്തിൻ്റെ തിരുസഭയെ സ്വർഗത്തിൽ മധ്യാകാശത്തിൽ എത്തിച്ച് പിതാവിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ച ശേഷമാണ്, മറക്കല്ല്, ഈ കിരീടം യേശുവിൻ്റെ തലയിൽ ലഭിക്കുന്നത്. അങ്ങനെ വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ യേശു രാജാവായി രാജാധികാരം ഏറ്റെടുത്തു. ഹല്ലേലൂയ മുഴങ്ങി. ഒത്തിരി പേർ തൻ്റെ മുമ്പിൽ വണങ്ങി. ആരൊക്കെയാണെന്നറിയാമോ? സ്വർഗത്തിലെ സകല സൈന്യവും, 24 മൂപ്പന്മാരും, ദൈവസഭയെ പ്രതിനിധീകരിക്കുന്ന 24 മൂപ്പന്മാരും, 4 ജീവികളും. ഈ 4 ജീവികൾ പരമാധികാരം കൈകാര്യം ചെയ്യുന്ന സ്വർഗത്തിലെ സൃഷ്ടിയെക്കുറിച്ച് കൊലോസ്യ ലേഖനത്തിൽ എഴുതി വായിക്കുമ്പോൾ കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ എന്നിങ്ങനെ അത്യുന്നത പദവികൾ. അതിൽ ഞാൻ പറഞ്ഞു, കിങ് ജെയിംസ് ബൈബിളിൽ ബീസ്റ്റ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നിടത്തൊക്കെയും അധികാരം വഹിക്കുന്ന ഗവൺമെൻറ്റുകളെയാണ് കാണിക്കുന്നത്. ബീസ്റ്റ് എന്ന വാക്കാണ് ഈ 4 ജീവികൾക്ക് പുതിയ കിങ് ജെയിംസ് വേർഷൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വിശ്വാസപ്രകാരം മറ്റൊരു വ്യാഖ്യാനവും അതിനില്ലാത്തത് കൊണ്ടും, മറ്റൊരു വ്യാഖ്യാനം ഉണ്ടായിരുന്നെങ്കിൽ സംശയിക്കായിരുന്നു, മറ്റ് യാതൊരു വ്യാഖ്യാനവും ന്യായമായി അതിനില്ലാത്തത് കൊണ്ടും സ്വർഗത്തിൽ പരമാധികാരം വഹിക്കേണ്ടതിന് വേണ്ടി കർത്തൃത്വങ്ങൾ എന്ന് നമ്മുടെ യേശു വിളിക്കുന്ന, നമ്മുടെ ബൈബിൾ വിളിക്കുന്ന ആ ഉന്നത അധികാര പദവികൾ, അവർ 4 പേരാണ്. അതും വളരെ പ്രത്യേകമാണ്. ആ 4 പേരെയും സിംഹാസനത്തിൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തിയ ശേഷം അവരെല്ലാവരും കൂടെ വീണ് നമസ്കരിച്ചു. എന്ന് പറഞ്ഞാൽ സകല അധികാരവും, സകല രാജ്യത്വവും, സകല കർത്തൃത്വവും പുത്രന് കാഴ്ചവെച്ചുകൊണ്ട് തൻ്റെ പിതാവ് തൻ്റെ തലയിൽ കിരീടമണിയിക്കുന്ന യേശുവിൻ്റെ രാജ്യത്വം താൻ ഏറ്റെടുത്തു. രാജാവായി തീർന്ന യേശു ആദ്യം നോക്കുന്നത് തൻ്റെ മണവാട്ടിയെയാണ്. ദൈവം കൊടുത്ത കൃപാവരങ്ങളാൽ തന്നെത്താൻ അലങ്കരിച്ച, തന്നെത്താൻ ഒരുക്കിയതായ മണവാട്ടിയുമായി വിവാഹം കഴിക്കുന്നു.
അവിടെ ആ വിവാഹ പാർട്ടിയിൽ ആരെല്ലാം ഉണ്ടായിരിക്കും? ഒന്ന്, പിതാവായ ദൈവം തന്നെ അവിടെ ഉണ്ടായിരിക്കും. മത്തായിയുടെ സുവിശേഷം 22:2 തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ ഒരുക്കിയ രാജാവെന്ന് പിതാവാം ദൈവത്തെ യേശു ഉപമിക്കുന്നു. 2, ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ മണവാളനാകുന്ന യേശു മണവാളനായി വെളിപ്പെടുന്നു. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം മുതൽ നോക്കിയാൽ, ഞാൻ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഒരുക്കപ്പെട്ട നിർമ്മല കന്യകയായ മണവാട്ടി അവിടെയുണ്ട്. അതേ കന്യകയെക്കുറിച്ച് 3-ാമത്തെ ഗ്രൂപ്പാണ്. 1, പിതാവായ ദൈവം ആതിഥേയനായി. 2, കർത്താവായ യേശു ക്രിസ്തു മണവാളനായി. 3, ദൈവത്തിൻ്റെ തിരുസഭ മണവാട്ടിയായി. അതിനെക്കുറിക്കുന്ന വിശദീകരണമാണ് ഇറ്റ്സ് എ ഗ്ലോറിയസ് ചർച്ച്, തേജസ്കരിക്കപ്പെട്ട സഭയായി. കറ, ചുളുക്കം, വാട്ടം, മാലിന്യമേ ഒന്നുമില്ലാതെ തേജസ്കരിക്കപ്പെട്ട സഭയായി. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് പഴയ നിയമ വിശുദ്ധന്മാരുണ്ട്, പുതിയ നിയമ വിശുദ്ധന്മാരുണ്ട്. അതൊരു ഭയങ്കര സംഭവമാണ്. തൻ്റെ പഴയ നിയമത്തിൽ നിന്ന് ഒരു 12 ഗോത്രങ്ങളുടെ പേരെടുത്തു പറഞ്ഞു. 12 ഗോത്രങ്ങളുടെ പേര്. അതിനകത്ത് നിങ്ങൾക്കറിയാമോ 2 ഗോത്രങ്ങളെ വിട്ടുന്ന്? പഴയ നിയമത്തിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന സാക്ഷാൽ ഇസഹാക്കിന് ജനിച്ച 12 മക്കളിൽ 2 എണ്ണത്തിൻ്റെ പേരവിടില്ല. വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ഇന്ന ഗോത്രത്തിൽ നിന്ന് 12,000, ഇന്ന ഗോത്രത്തിൽ നിന്ന് 12,000, ഇന്ന ഗോത്രത്തിൽ നിന്ന് 12,000 എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ നാട് കടത്തപ്പെട്ട യോസേപ്പിൻ്റെ മക്കളിൽ ഒരുത്തനെ പിടിച്ച് അവനെ കൂടെ കയറ്റി ഇതിനകത്ത്. അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ദൈവം ഒരിക്കൽ 12 ഗോത്രമെന്ന് പറഞ്ഞാൽ 12 കാണും. പക്ഷേ യാക്കോബിന് ലഭിച്ച മക്കളിൽ 2 എണ്ണം വിട്ടുപോയി. കാര്യം എന്നാന്ന് ആരെങ്കിലും ഓർമ്മയുണ്ടോ? യോർദാനിലൂടെ കടർന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അവർ അബ്രഹാമിൻ്റെ മക്കളാണ്, വാഗ്ദത്തത്തിന് അവകാശികളാണ്. ഒരുമിച്ച് മിസ്രയീമിൽ നിന്ന് ഇറങ്ങിയതാണ്, ഒരുമിച്ച് ചെങ്കടൽ കടന്നതാണ്, ഒരുമിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തതാണ്. പക്ഷേ യുദ്ധത്തിന് പോകുന്നതിന് മുന്നമേ യോർദാൻ്റെ ആദ്യത്തെ കരയിൽ വന്നപ്പോൾ, യോർദാൻ ക്രോസ് ചെയ്തവർക്കാണ് പോകേണ്ടതെങ്കിൽ യോർദാൻ്റെ 1-ാമത്തെ തീരത്ത് വന്നപ്പോൾ 2.5 ഗോത്രക്കാർ മോശയോട് പറഞ്ഞു, മോശേ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല, കാരണം ഇത് നല്ല 1-ാം തരം സ്ഥലമാണ്, പാലും തേനും ഒഴുകുന്ന രാജ്യമെന്ന് പറഞ്ഞ ആ ഒരു നന്മ ഇതിനുണ്ട്, ഞങ്ങളുടെ ആടുകളെ പുലർത്താൻ ഇത് മതിയാകുന്നതാണ്. അതുകൊണ്ട് വാഗ്ദത്തത്തിൻ്റെ പൂർണ്ണത വരെ എത്തണോ? അങ്ങ് പൂർണ്ണ ബന്ധകോസുകാരനായി നടന്നിട്ട് എന്നാ സാധിക്കാനായി? ഇത്രയും പോരായോ? ഞങ്ങൾ ഇവിടെ നിന്ന് നിന്നോട്ടെ എന്ന് ചോദിച്ചു. മോശ പറഞ്ഞു, അങ്ങനെ തന്നെയാട്ടെ, നിങ്ങളവിടെ നില്ല്, നിങ്ങളിവിടെ നിൽക്കും. പക്ഷേ നിങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും മൃഗങ്ങളെയും ഇവിടെ താമസിപ്പിച്ച് അവരെ തീറ്റട്ടെ, തിന്നട്ടെ, കഴിയട്ടെ. പക്ഷേ യുദ്ധത്തിൽ നിങ്ങളും മറ്റുള്ളവരോടുകൂടെ നിൽക്കേണ്ടതുകൊണ്ട് നിങ്ങളും അക്കരയ്ക്ക് പോകണം. അങ്ങനെ പുരുഷന്മാർ അക്കരയ്ക്ക് പോയി 2.5 ഗോത്രത്തെ ഇവിടെ താമസിപ്പിച്ചു. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്ന ശേഷം 2.5 ഗോത്രങ്ങൾ ഒരു കാര്യം ചെയ്തു. അവർ പറഞ്ഞു, പകുതി 2.5 ഗോത്രങ്ങൾ, 2 പൂർണ്ണ ഗോത്രങ്ങളും 1 ഗോത്രത്തിൻ്റെ പകുതിയും കൂടെയാണ് ഇവിടെ താമസിക്കുന്നത്. ഈ 2.5 ഗോത്രങ്ങൾ പറഞ്ഞു, നമുക്ക് അവിടെ ഒരു രാജാവ് എഴുന്നേറ്റ രാജാവ് പറഞ്ഞു, എന്നും ആരാധനയുടെ പേരിൽ ബഥേൽ വരെ പോകണ്ട. ബഥേൽ എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ കാര്യമാണ്. അതേ സമയത്ത് അപ്പുറത്തും ബഥേലിൽ ആരാധന എന്ന് മറക്കണ്ട. ബഥേൽ വരെ പോകണ്ട, ഇവിടെ തന്നെ നമുക്കങ്ങ് ആരാധിച്ചാൽ മതി, അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ തന്നെ ചെയ്തു തരാം. ഇത്രയും ദൂരം യാത്ര ചെയ്യുന്ന എന്തിനാ? എത്ര മൈൽ പോകണം? എത്ര ബസ് കയറണം? ഒരുപാട് ചോദ്യങ്ങൾ കാണും. അവിടം വരെ പോകണ്ട, നമുക്കിവിടെ തന്നെ ആട്ടെ. പക്ഷേ രാജാവിന് തന്നെ ഒരു കാര്യം മനസ്സിലായി, അങ്ങനെ പറഞ്ഞാൽ ആരും നിൽക്കത്തില്ല. ഓൾട്ടർനേറ്റീവായ ഒരു ആരാധന ലോക്കൽ ഒരെണ്ണം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആരും നിൽക്കയിൽ. ആകയാൽ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അങ്ങേര് പറഞ്ഞു, 4-5 തലമുറകളായി നമുക്കുള്ള ഒരു പാരമ്പര്യം കിടപ്പുണ്ട്. മിസ്രയീമിൽ വെച്ച് നാം ആരാധിച്ചു വന്നത് കാള കൊണ്ടുണ്ടാക്കിയ ദൈവമാണ്. അവിടെ പ്രോസ്പെരിറ്റിക്ക് യാതൊരു കുഴപ്പവുമില്ല. നമ്മൾ പട്ടിണി കിടന്ന് പല്ലുകിരിച്ച കാലത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നമ്മൾ പോയി കയറിയതാണ് മിസ്രയീമിൽ. അന്നവിടെ ഉണ്ടായിരുന്ന ദൈവം കാളക്കുട്ടിയാണ്. ഓർമ്മയുണ്ടോ? ഇസ്രയേലിൻ്റെ ദൈവം നല്ലവൻ തന്നെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാളക്കുട്ടി മോശമല്ല. അതുകൊണ്ട് നമുക്കിവിടെ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കാം. അങ്ങനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ഓർമ്മയായി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അവരതിനെ ദാനിൽ വെച്ചു. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ, 2 ഗോത്രങ്ങൾ കാളക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങി. ആർക്കും വന്നാശമൊന്നും അന്നുണ്ടായില്ല. മറക്കല്ലേ, വെളിപ്പാട് പുസ്തകത്തിലെത്തി. മറ്റേത് പുറപ്പാടിലെ സംഭവമാണ്. വെളിപ്പാട് പുസ്തകത്തിലെത്തി. ഗോത്രം ഗോത്രമായി തിരിച്ച് 12,000 എഴുതി വരുമ്പോൾ താണ്ട കിടക്കുന്നു. അപ്പുറത്ത് കാളക്കുട്ടിയെ വണങ്ങിയ 2 ഗോത്രം വിട്ടുപോയി. അതുകൊണ്ട് സ്വർഗത്തിൽ ആള് കുറഞ്ഞെന്നല്ല പറഞ്ഞത്, ഗോത്രങ്ങൾ 12 കംപ്ലീറ്റ് ചെയ്ത് അയോഗ്യമായ സ്ഥാനത്ത് നിന്ന് അയോഗ്യരെ മാറ്റിയ ശേഷം യോഗ്യരായവരെ എഴുന്നേൽപ്പിച്ച് അവിടെ കൊണ്ടുവന്ന പഴയ നിയമവിശുദ്ധന്മാർ.
ഇതൊക്കെ നമ്മുടെ അകത്ത് ശരിക്കും കയറേണ്ടതാണ്. ഇങ്ങനെ വരുമ്പോഴാണ് എനിക്ക് എത്തേണ്ടിടത്ത് എത്താൻ വയ്യാതാകുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ആലോചന, മറച്ചു വെച്ച ഒരാൾ നരകത്തിൽ പോയാൽ അതിന് ഞാൻ ഉത്തരവാദിയാകാൻ പാടില്ല, സഭ ഉത്തരവാദിയാകാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു പോകുകയാണ്. അങ്ങനെ പഴയ നിയമത്തിൽ നിന്നും 12 ഗോത്രങ്ങളിൽ നിന്നായി 1,44,000 പേർ മുദ്രയിടപ്പെട്ടവരായി വേർതിരിഞ്ഞു. പുതിയ നിയമസഭയുണ്ട്, പഴയ നിയമസഭയും ആ കൂട്ടത്തിലുണ്ട്. അടുത്ത ഗ്രൂപ്പ് ബിഡൻ ഫോർ ദ വെഡിങ്, വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവർ. അവർ കല്യാണ വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ദ ഹെവൻലി ഹോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ പിതാവായ ദൈവം ആതിഥേയനായി. പ്രധാനമായും 2, സ്വർഗത്തിലെ മുഴു സൈന്യം കാവലിന് വേണ്ടി. സ്വർഗത്തിലെ മുഴു സൈന്യം, സകല ദൂതന്മാരും, അതുപോലെ തന്നെ 4 ജീവികളും എല്ലാം അവിടെ ഉണ്ട്. അടുത്തത് പുത്രനാകുന്ന ക്രിസ്തു മണവാളനായി, മണവാട്ടിയായ തിരുസഭ അണിഞ്ഞൊരുങ്ങപ്പെട്ടവളായി ഇരിക്കുമ്പോൾ വിവാഹത്തിന് വിളിക്കപ്പെട്ടവരെയും കൂടെ കാഴ്ചക്കാരായി. അതും വലിയ കാര്യമാണ്. ഒരു വലിയവൻ്റെ വിവാഹത്തിന് താണവനെ കാഴ്ചക്കാരായി പോലും വിളിക്കത്തില്ല. ഇത് വളരെ ഗൗരവമാണ്. രാജകുടുംബത്തിൽ നടക്കുന്ന ഒരു വിവാഹത്തിൽ പങ്കെടുക്കേണ്ടതിന് പ്രഭുക്കന്മാരെ വരെ വിളിക്കത്തുള്ളൂ, അതിന് താഴെയോട്ടുള്ളതിനെ വിളിക്കത്തില്ല. വിവാഹത്തിൽ വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഈ 5 ഗ്രൂപ്പ് ഒരുമിച്ചിരിക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ പുത്രനാകുന്ന ക്രിസ്തു തൻ്റെ സഭയുമായി വിവാഹിതയാകും. വേറൊരു ഭാഷയിൽ ആദ്യത്തെ തോട്ടമായ ഏദനിൽ ആദമിൻ്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒന്നെടുത്ത് സ്ത്രീയാക്കി മാറ്റിയവനായ ദൈവം തൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ അവരെ ഒരുമിച്ച് ചേർത്തുവെന്ന് നാം സാധാരണ ചിന്തിച്ച് വരാറുള്ളതുപോലെ ഒടുക്കത്തെ ആദമായ ക്രിസ്തുവിനെ കാൽവറിയിൽ വെച്ച് തൻ്റെ വാരിയെല്ലുകളിൽ വിലാപ്പുറം കുത്തിത്തുളച്ച് അവിടെ നിന്ന് പുറത്തെടുത്ത സഭയുമായി പിതാവായ ദൈവം വിവാഹം നടത്തിക്കൊടുക്കുകയും അങ്ങനെ അന്ന് മുതൽ ദൈവസഭ രാജ്ഞി എന്ന പദവിയിലേക്ക് മാറുകയും ചെയ്യും. ഈ 7 വർഷം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ 7 വർഷം ഭൂമിയിൽ മഹാ ഉപദ്രവം നടക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ ദ ഗ്രേറ്റ് ട്രിബുലേഷൻ സിൻസ് ദ ബിഗിനിങ് ഓഫ് ദിസ് ടൈം, കാലം തുടങ്ങിയതു മുതൽ, സമയം ആരംഭിച്ചതു മുതൽ ഇനി മേലാൽ ഉണ്ടായിട്ടില്ലാത്തതുപോലെ ഏറ്റവും വലിയ കഷ്ടകാലം എന്നതിനെ വിളിക്കും. അതിനെ 2 അർത്ഥഭാഗങ്ങളായി തിരിച്ചു. ആദ്യത്തെ 3.5 വർഷം സാധാരണ ഉപദ്രവവും, രണ്ടാമത്തെ 3.5 വർഷം മഹോദ്രവവുമായിരിക്കും എന്ന് കണ്ടു. സ്വർഗത്തിലെ ദൈവം കറപ്ഷൻ ഇല്ലാത്ത, കൈക്കൂലിയില്ലാത്ത, നീചത്വങ്ങളില്ലാത്ത ഒരു പുതിയ തലമുറയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഈ ഭൂമി സകല കറപ്ഷനുകളുടെയും സകല നീചത്വങ്ങളുടെയും ഉച്ചകോടിയിലേക്ക് എത്തുകയും ഇവിടെ ആകെ പ്രതികൂലം നടക്കുകയും ചെയ്യുന്ന ഒന്നായിരിക്കും. ഇവിടെ ട്രിബുലേഷൻ സെയിൻസ് എന്നൊരു പദം ഞാൻ 1-2 പ്രാവശ്യം തൊടാൻ ഓർത്തു, തൊട്ടില്ല. കാര്യം അതിനുവേണ്ടി ആരെയും തയ്യാറാക്കുന്നതിനപ്പുറത്ത് മണവാട്ടി സഭയിലേക്ക് തയ്യാറാക്കുവാനാണ് ഞാൻ ശ്രമിച്ചത്. എനിക്കുമറിയാം, നിങ്ങൾക്കുമറിയാം, ശ്രമം നടക്കുന്ന പോലെ ഒന്നും കാര്യം നടക്കത്തില്ല. കുറേ പേര് ട്രിബുലേഷൻ സെയിൻസ് ഉണ്ടായിരിക്കും, ട്രിബുലേഷൻ ഫെയിലിയേഴ്സും ഉണ്ടായിരിക്കും. ട്രിബുലേഷൻ സെയിൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? സഭ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ശേഷം ഒരുപാട് സംഭവങ്ങൾ നടക്കും. സഭ സ്വർഗത്തിലായിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇവർ പോയി കഴിഞ്ഞാൽ ഉടനെ 2 സാക്ഷികളെ യഹോവയായ ദൈവം ഭൂമിയിലേക്ക് അയക്കും. അത് മോശയും ഏലിയാവുമായിരിക്കും എന്ന് കരുതുന്നു. തർക്കത്തിന് ഒരുങ്ങുന്നില്ല. അല്ലെന്ന് പറയുന്നവരുണ്ട്. ഞാൻ തർക്കത്തിന് ഒരുങ്ങുന്നില്ല. എന്തുകൊണ്ടാണ് മോശയും ഏലിയാവും ആയിരിക്കാമെന്ന് പറയുന്നത്? മോശയും ഏലിയാവും ചെയ്ത് കാണിച്ചതായ അടയാളങ്ങൾ അവരിവിടെ വന്ന് ചെയ്ത് കാണിക്കുമെന്ന് മാത്രം എഴുതിയിട്ടുണ്ട്. ആ 2 കാരണങ്ങൾ കൊണ്ടാണ് അവർ മോശയും ഏലിയാവും ആയിരിക്കും എന്ന് പൊതുവെ കരുതുന്നത്. അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും മശിഹയെയാണ് യഹൂദൻ കുരിശിച്ചതെന്നും മശിഹയെങ്കിലേക്ക് മടങ്ങി വരയണമെന്നും അവർ പ്രവചിച്ചു കൊണ്ടിരിക്കും. അവർക്ക് വേണ്ടപ്പോഴൊക്കെയും ആകാശത്തുനിന്ന് തീ ഇറക്കുവാൻ അധികാരമുണ്ട്. അതായിരുന്നു ഏലിയാവിൻ്റെ അധികാരം. വേണ്ടപ്പോഴൊക്കെയും വെള്ളത്തെ രക്തമാക്കാൻ അവർക്ക് അധികാരമുണ്ട്. അതായിരുന്നു മോശ കാണിച്ചതിലൊന്ന്. അങ്ങനെ ഈ അടയാളങ്ങളാൽ ഭൂമിയെ ദണ്ഡിപ്പിക്കുന്നത് കൊണ്ട് നേരെ നിൽക്കാൻ ആർക്കും ധൈര്യമില്ലാതെ പോയി. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു. എതിർ ക്രിസ്തുവും അവരോട് എതിർത്തെങ്കിലും അവരോടൊന്നും ചെയ്തില്ല. ഇതിനിടയ്ക്ക് വേറൊരു സംഭവമുണ്ട്, അതുകൊണ്ടാണ് ഒന്നും ചെയ്യാതെ പോയത്. 3.5 വർഷം അവർ പ്രസംഗിച്ചതിനെ തുടർന്ന് ജനത്തിനകത്തൊരു ഭയങ്കര കൺവിക്ഷൻ ഉണ്ടായി. പ്രത്യേകിച്ചും യഹൂദന്മാർക്ക് അയ്യോ ഞങ്ങൾ ചെയ്തത് തെറ്റിയോ എന്നൊരു തോന്നലുണ്ടായി. ആ നേരത്താണ് പെട്ടെന്ന് എതിർ ക്രിസ്തു അധികം പ്രാബല്യത്തിൽ വരുന്നതും എതിർ ക്രിസ്തു ഇവരെ കൊന്നുകളയുന്നതും. ഈ 2 വ്യക്തികളുടെ ശവം തുടർന്നൊരു 3.5 ദിവസം യെരുശലേമിൻ്റെ തെരുവീഥിയിൽ കിടക്കും. ഭൂമിയിൽ
ഭൂമിയിലെ സകല ഭാഷക്കാരും വംശക്കാരും ജാതിക്കാരും ഇന്നത്തെ ഭാഷയിൽ ടെലിവിഷൻ്റെ സഹായത്തോടുകൂടെ അവരുടെ ശവം അവിടെ കിടക്കുന്നത് കണ്ടിരിക്കും. 3.5 ദിവസം കഴിയുമ്പോൾ ജനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടാകും, ഇവിടെ കയറി വരിക. അതേ തുടർന്ന് അവർ ജീവിച്ചെഴുന്നേൽക്കുകയും എല്ലാവരുടെയും കൺമുൻപിൽ അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. ഇതോടുകൂടെ എതിർ ക്രിസ്തു ഇസ്രയേലുമായി ഉണ്ടായിരുന്നൊരു ഉടമ്പടി നമ്മൾ ഉടമ്പടിയിൽ വരും, തെറ്റിക്കുകയും അതികഠിനമായ പീഡ ആരംഭിക്കുകയും തുടർന്നുള്ള 3.5 വർഷം ഗൗരവമേറിയ പീഡയിലൂടെ അവർ പോകുകയും ചെയ്യും. ഈ ഭൂമി പോകും. ഈ സമയങ്ങളിൽ ഈ സാക്ഷികളുടെ പ്രവചനം കേട്ടുകൊണ്ടിരുന്നവരും തിരുവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയവരും മില്യൺസ് ആർ മിസ്സിങ്, ഓൾറെഡി ദൈവസഭ പോയി കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്നവരും തുറന്ന കല്ലറകൾ കണ്ടുകൊണ്ടും ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടും അയ്യോ ഞങ്ങൾ കൈവിടപ്പെട്ടവരുടെ കൂട്ടത്തിലാണല്ലോ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് തിരുവചനത്തിലേക്ക് മടങ്ങി വന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കും. നാം സഹിക്കുന്നതിൻ്റെ 50 ഇരട്ടി, അനേക ഇരട്ടി പ്രശ്നങ്ങൾ അവർ സഹിച്ചിരിക്കും. ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലെങ്കിലും കൈമേൽ മുദ്ര ഏക്കത്തില്ല, അല്ലെങ്കിൽ തലമേൽ മുദ്ര ഏക്കത്തില്ല എന്നവർ തീർത്ത് പറഞ്ഞിരിക്കും. ആഹാരം കഴിക്കുവാൻ ഒന്നും വാങ്ങാൻ നിവൃത്തിയില്ലാത്തതിനാൽ വഴിയെ പോയ സാധാരണ പ്രാണികളെ വരെ പിടിച്ചു തിന്നും. നിങ്ങൾ ചോദിച്ചേക്കാം അങ്ങനെ സംഭവിക്കുമോ എന്ന്. പോൾ യോങ്കുച്ചോ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ കാണണം. യുദ്ധം വന്ന് ക്ഷാമം വന്ന് ഒന്നും ഭക്ഷിക്കാനില്ലാതായപ്പോൾ ഇന്നത്തെ സാംസ്കാരികമായ കൊറിയക്കാർ ചെയ്തത് എന്തായിരുന്നു? ചാണകപ്പുഴു, കുണ്ടളപ്പുഴു മുതലായി കിട്ടുന്ന സകല പുഴുക്കളെയും പഠിച്ച് പുഴുങ്ങി തിന്നു. എലിയെ പിടിച്ചു തിന്നു. കാരണം ആഹാരമില്ലാതെ മരിക്കുമ്പോൾ അമ്മമാർ മക്കളെ പുഴുങ്ങി തിന്നുമെങ്കിൽ അങ്ങനെ കിട്ടുന്നതൊക്കെയും തിന്ന് ജീവിച്ചുകൊണ്ട് എങ്കിലും മുദ്ര ഏൽക്കയില്ല, എതിർ ക്രിസ്തുവിനോട് അനുകൂലപ്പെടുകയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ പിടികിട്ടുന്നവൻ്റെ തലവെട്ടിക്കളയും, അല്ലാത്തവനെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയച്ചെന്ന് വരും. ചെയ്യാവുന്ന സകല ദോഷവും ചെയ്താലും ഇല്ല ഞങ്ങൾ നിൽക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെയാണ് ദി സെയിൻസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ട്രിബുലേഷൻ സെയിൻസ്. ഈ കാലഘട്ടത്തിൽ രക്ഷപ്പെട്ട വിശുദ്ധന്മാരെന്ന് പറയുന്നത് അവർ യേശുവിനോടുകൂടെ പിന്നത്തേതിലെടുക്കപ്പെടും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യരുതേ. ഇന്നത്തേതിനേക്കാൾ കഷ്ടം കൂടുതലാണ്. ഇന്നെൻ്റെ കൂട്ടുകാർ കണ്ടിട്ട് ചിരിച്ചില്ലെന്നാണ് കംപ്ലൈൻ്റ് എങ്കിൽ നാളെ കൂട്ടുകാരെ കണ്ടുപോയാൽ പല്ല് തല്ലിപ്പറിക്കുമെന്നായിരിക്കും കംപ്ലൈൻറ്റ് വരാൻ പോകുന്നത്. മറക്കരുത്, ഇന്നൊന്നും നോക്കാതെ ദൈവത്തിന് വേണ്ടി നിൽക്ക്. എന്നാൽ ചിലരിത് വിട്ട ശേഷം മറ്റിടത്ത് രക്ഷപ്പെടുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഗെറ്റ് പ്രിപ്പയർഡ് ഫോർ ദ റാപ്ചർ. എടുക്കപ്പെടേണ്ടതിന് വേണ്ടി തയ്യാറാകാം. നാം തയ്യാറാകേണ്ട സമയമാണെന്ന് മറക്കരുത്. അല്ലെങ്കിൽ നാം ട്രിബുലേഷൻ ഫേസ് ചെയ്യേണ്ടതായി വരും. ഓക്കെ, ദ ടെമ്പിൾ വിൽ ബി ബിൽഡ്. ഇതിനെ തുടർന്ന് സംഭവിക്കേണ്ടതാണ് യഹൂദൻ്റെ ദേവാലയം അതിൻ്റെ സ്ഥാനത്ത് തന്നെ പണിതേ മതിയാകൂ. ദയവായി ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കണം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിന് വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവന് ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. നിൽക്കട്ടെ ബ്രദർ, അവിടെ മറിക്കരുത്. വീണ്ടും അവിടെ മടങ്ങി വരണം. ഇതുവരെ കൊണ്ട് വായിച്ചത് യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ അർത്ഥശിഷ്ട രാജാവ് കൊടുത്തയച്ച ഒരു കൽപ്പനയാണ് ഇതെന്നും പേർഷ്യൻ അക്ഷരത്തിൽ കളിമൺ ലിപികളിൽ എഴുതിയ ഈ കൽപ്പനയുടെ പകർപ്പ് ഇന്നുമുണ്ട് എന്നും ഞാനത് വിശദമായി ഇവിടെ പഠിപ്പിച്ചതാണ്. നമ്മൾ ഒരുപാട് നാളുകൾ പഠിച്ചതാ. പലതിൻ്റെയും കൂടെ സമാഹാരം ഇവിടെ ഒരുമിച്ച് കൂടുകയാണ്. അന്ന് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ ആ 1,73,880 ദിവസങ്ങളെന്ന് നമ്മൾ കണക്ക് കൂട്ടി. അത് തീരുമ്പോൾ അഭിഷക്തനായ ഒരു പ്രഭു ഛേദിക്കപ്പെടും. അതെ, ഓശാന ഞായറാഴ്ച കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യെരുശലേമിലേക്ക് വരുന്ന യേശു വരുന്ന ദിവസമാണ് ഈ 1,78,800 ശിഷ്ടം ദിവസങ്ങളെന്ന് കണക്ക് കൂട്ടി പറഞ്ഞത്. ആ 69 ആഴ്ചവട്ടം അന്ന് അഭിഷക്തൻ ഛേദിക്കപ്പെട്ടു. അന്നാണ് യേശു എഴുന്നേറ്റ് നിന്ന് ലൂക്കോസിന്റെ സുവിശേഷം 19-40 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞത്, യെരുശലേമേ യെരുശലേമേ നിന്റെ സമാധാനത്തിനുള്ളത് ഇന്നേ ഈ ദിവസമെങ്കിലും നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. തേണ്ട 69
50 ആഴ്ചവട്ടം കഴിഞ്ഞു. ഇനി ഒരു ദീർഘകാലം വെയിറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് സഭാകാലഘട്ടം എന്ന് വിളിക്കുന്നത്. നാം ആ കാലഘട്ടത്തിലാണ്. പിന്നെ വരുവാൻ ഇരിക്കുന്ന പ്രഭു, അതാണ് എതിർ ക്രിസ്തു. പിന്നെ വരുവാൻ ഇരിക്കുന്ന പ്രഭു സഭാകാലഘട്ടത്തിൻ്റെ അന്ത്യത്തോടടുക്കുമ്പോൾ, അതെ, 2016 ജനുവരി മാസം 1-ാം തീയതി മുതൽ ഇഫക്റ്റീവ് ഡേറ്റ് കൊടുത്തുകൊണ്ട് കഴിഞ്ഞ ബ്ലഡ് മൂണിന് 2015 സെപ്റ്റംബർ മാസം 25-ാം തീയതി UNO സൈൻ ചെയ്ത ന്യൂ വേൾഡ് ഓർഡർ എടുത്തുകൊണ്ട് പിന്നെ വരുവാനിരിക്കുന്ന പ്രഭു, പ്രവചനങ്ങളുടെ നിവർത്തീകരണത്തിൻ്റെ ഗൗരവത്തിലൂടെയാണ് ഞാൻ നിങ്ങളും ഇറങ്ങിപ്പോകുന്നത്. പിന്നെ വരുവാനിരിക്കുന്ന പടജനത്തിൻ്റെ പ്രഭുവിൻ്റെ പടജനം വായിച്ചാട്ടെ. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവർ വന്ന് നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. വായിച്ചു. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. ഒരു പ്രളയത്തോടെ അവൻ അവസാനിക്കും. വായിച്ചാട്ടെ. അവസാനത്തോളം യുദ്ധമുണ്ടാകും. വായിച്ചു. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ. അവൻ ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും അതൊന്ന് കേട്ടോണം. ഒരാഴ്ച വട്ടത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 7 വർഷത്തേക്ക്. വേദപുസ്തക ഭാഷയിൽ പ്രവചനത്തിലെ ഒരു ദിവസം ഇസ്രായേലിൻ്റെ ഒരു വർഷമാണ്. അവൻ ഒരാഴ്ച വട്ടത്തേക്ക് 7 ദിവസത്തേക്ക് അഥവാ 7 വർഷത്തേക്ക് പലരോടും നിയമമുണ്ടാക്കും. ഒരു പീസ് ട്രീറ്റി എതിർ ക്രിസ്തു ഉണ്ടാക്കിയിരിക്കും. ഒരു കവനന്റ് എതിർ ക്രിസ്തു ഉണ്ടാക്കിയിരിക്കും. ആ കവനന്റ് അനുസരിച്ച് യഹൂദന് അവൻ്റെ സ്പിരിച്വൽ റൈറ്റ്സ് കൊടുക്കും. അവൻ ആലയം പണിയുവാൻ അനുമതി കൊടുക്കും. അങ്ങനെ യെരുശലേമിൽ യഹൂദന് ഒരു ദേവാലയം പണിതിരിക്കും. വായിച്ചങ്ങ് നിർത്തിക്കാട്ടെ. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. പക്ഷേ 7 വർഷം ഈ ട്രീറ്റ് കണ്ടിന്യൂ ചെയ്യത്തില്ല. 3.5 വർഷം കൊണ്ട് അവനത് നിർത്തിക്കളയും. അവിടെയാണ് ആ നിർത്തിയ ശേഷമുള്ള നിർത്തുന്നത് വരെയുള്ള സമയത്തെ സാധാരണ മഹാ ഉപദ്രവമെന്നും നിർത്തിക്കഴിഞ്ഞുള്ളതിനെ ലോകം ഉണ്ടായത് മുതൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത മഹാമഹോദ്രവമെന്നും അതിനെ പേർ വിളിക്കുവാനിടയാകും. ഇതേ കാര്യം തന്നെ വായിക്കുന്നില്ല, നിർത്തുകയാണ് അവിടെ. ഇതേ കാര്യം തന്നെ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിലുണ്ട്. ആലയം സ്ഥാപിക്കപ്പെടും, യെരുശലേമിലെ ദേവാലയം പണിയും. എന്നാൽ ദ ഓൾട്ടർ ആൻഡ് ഓൾ ദാറ്റ് വർഷിപ്പ് പ്ലേസസ് എല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ പുറത്തെ പ്രാകാരം നീ അളക്കാതെ വിട്ടേക്ക്. അത് ജാതികൾ ചവിട്ടിക്കളയും. ഒരാലയം പണിതാലും സമാധാനത്തോടെ ആരാധിക്കത്തില്ല, സ്വസ്ഥതയോടെ ആരാധിക്കത്തില്ല. ജാതികൾ അന്നും ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് കാണുന്ന കാലഘട്ടത്തിലേക്ക് എത്തി. ഇസ്രായേൽ ആലയം പണിയും സത്യമാണ്, അന്നും ഉപദ്രവം തുടർന്നുകൊണ്ടിരിക്കും. ആകയാൽ പുറത്തെ പ്രാകാരം ജാതികൾ ചവിട്ടേണ്ടതിന് വെളിയിൽ വിട്ടേക്ക്, അത് അളക്കാതെ വിട്ടേക്ക്. എതിർ ക്രിസ്തുവുമായി 666 ഇസ്രായേൽ കൈ കൊടുക്കുകയും ഒരു 7 വർഷത്തേക്ക് അവർ ഒരു നിയമം ഉണ്ടാക്കുകയും ചെയ്യും. എൻ്റെ യേശു ഈ ഭൂമിയിൽ വെറും 3.5 വർഷമേ പരസ്യ ശുശ്രൂഷ ചെയ്തുള്ളൂ. തന്നോട് നിയമത്തിൽ വരുവാൻ ആവശ്യപ്പെട്ടപ്പോൾ വരാതിരുന്ന ഇസ്രായേലിനോട് യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ അംഗീകരിച്ചില്ല. വേറൊരുത്തൻ വരുന്നുണ്ട്, ഒരു ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കണ്ട. അവൻ്റെ സ്വന്തം അക്കമുണ്ട് 666. അവനുമായി നീ ഉടമ്പടി ചെയ്യും, നീ അവനെ വിശ്വസിക്കും. അങ്ങനെ എതിർ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ അത് സംഭവിക്കും. ഞാൻ ഇസ്രായേലിൽ നിന്ന് ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ പോകുകയാ. നമ്മൾ ഇത്രയും നേരം ചിന്തിച്ചു വന്ന വിഷയം ഗൗരവമായി ഒന്ന് ചിന്തിക്കേണ്ടതിന് ലെറ്റ് us evaluate the current affairs and hot news from Israel. ഇസ്രായേലിൽ നിന്ന് ഈ ദിനരാത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അവരുടെ ഹോട്ട് ന്യൂസും പതുക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുക എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ വേർഡ് അതുപോലെ അവിടെ ഇട്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ് ഫ്രം ദ ബിബ്ലിക്കൽ പ്രിവ്യൂ. ദൈവവചനത്തെ അനുസരിച്ച് അവർ കൊടുത്തിരിക്കുന്ന അവരുടെ തന്നെ ന്യൂസാണ്. Jews are getting ready. യഹൂദന്മാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്പിരിച്വലി ഹ്യൂജ് മാസീവ് പ്രേയേഴ്സ് ഹവ് കം അപ്പ്. ഇവിടെ ഇന്ത്യയിൽ സഭകൾ വളർന്നു തുടങ്ങിയതുപോലെ അവരുടെ പ്രാർത്ഥനകളിൽ ഗൗരവമേറിയ വ്യത്യാസമായി. മെറ്റീരിയലി ക്രമീകരിക്കുവാനുള്ള, വസ്തുവകകൾ കൊണ്ട് ക്രമീകരിക്കുവാനുള്ളത് അവർ ക്രമീകരിക്കുന്നു. പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ചെയ്യുവാനുള്ളത് അവർ ചെയ്യുന്നു. എവറി പോസിബിൾ വേ, സാധ്യമാകുന്ന സകലതും അവർ ചെയ്യുന്നു. ഓടിക്കാനേ ഒക്കത്തുള്ളൂ. ഓർക്കുന്നുണ്ടായിരിക്കുന്നുണ്ട് ഈ ചിത്രം. വെയിലിംഗ് വാൾ, വിലാപമതിലിൻ്റെ അരികിൽ ഇസ്രായേൽ ജനം വന്ന് 24 മണിക്കൂറും കരയും. കാണുന്ന മതിലിൽ തലയിടിച്ച് കരയുന്ന ചിലരെയാണ് നിങ്ങൾക്ക് കാണാവുന്നത്. എണ്ണിയാൽ 15ഓ 20ഓ പേര്. ഇതവിടുത്തെ പതിവായിരുന്നു. പോയി കണ്ടവർക്കൊക്കെ അറിയാം. എല്ലാ സമയത്തും ആളുകൾ അങ്ങനെ നിന്ന് കരയും. സംഗതി അങ്ങ് മാറി. നോക്ക്, ക്രൗഡ് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ്. ഇത് 100കളിൽ ആളുകളായി.
തീർന്നില്ല, താണ്ട നിൽക്കുന്നു. ആയിരങ്ങളിൽ അയ്യായിരങ്ങളിൽ ആളുകളായി 2016 ആയപ്പോഴത്തേക്ക്, ഈ വർഷമായപ്പോഴത്തേക്ക് ഒരു വശത്ത് വൺ വേൾഡ് ഗവൺമെൻറ് ജനുവരി 1 ഇഫക്റ്റീവായി തുടങ്ങിയെങ്കിൽ മറുവശത്ത് പ്രാർത്ഥിക്കുന്നവരുടെ അംഗസംഖ്യ വർദ്ധിക്കുവാൻ തുടങ്ങി. ആ പണ്ട് കണ്ട വെയിലിംഗ് വോളിൻ്റെ വട്ടത്തിൽ കൂടുന്നവരാണിത്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരികയാ. വോളെ കൊണ്ട് തലയിടിക്കാനൊന്നും ഒക്കത്തില്ല, കാര്യം വോളിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. ക്രൗഡ് അതുപോലെയായി. ശ്രദ്ധിച്ച് കണ്ടോണേ. 2002 ഈ കഴിഞ്ഞ ആഴ്ചത്തെ സംഭവം ഞാൻ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ആയപ്പോഴത്തേക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച എനിക്ക് എൻ്റെ ശരീരത്തിൽ ഒരല്പം രോഗശാന്തി ഉണ്ടായെന്ന് ഞാൻ പിന്നിത് നോക്കി വരുമ്പോഴാണ് ആ തിങ്കളാഴ്ച യെരുശലേമിൽ വേറൊരു സംഭവം നടന്നു. ഇത് തിങ്കളാഴ്ച വരെ വന്നില്ല. 2016 തുടങ്ങിയപ്പോഴത്തേക്ക് ക്രൗഡ് ഇങ്ങനെയാണ്, താണ്ട കിടക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച, കഴിഞ്ഞ തിങ്കളാഴ്ച ടെൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ തലയിടിച്ച് വരയാൻ വേണ്ടി വരികയാണ്. മതിലിൻ്റെ അടുക്കപ്പോലും എത്താനൊക്കത്തില്ല. ആകയാൽ വന്നവരെ എല്ലാം കൂടെ വലിയൊരു പന്തലിട്ട് വേറൊരിടത്ത് മാറ്റിയിരുത്തി. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞായിരുന്നു, കൂനംകുരിശ് സത്യത്തിൽ അവർ കയറുകൾ വലിച്ചു കെട്ടി. ഇവിടെയും ചെയ്യണമെന്ന് എനിക്ക് ആശയമുണ്ടായിരുന്നു. ഒക്കാതെ പോയി. ഒത്താൽ സ്വത്രം, ഒത്തില്ലേലും സ്വത്രം. അല്ലാതെ ഇപ്പം എനിക്ക് പറയാനൊന്നും അറിയത്തില്ല. ഓക്കെ, അവർ മറ്റ് ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ ഫ്ലാഗുകൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിക്കൊണ്ട് കാണാമോ, ഒരു ഗ്രൂപ്പ് കസേര ഇട്ടിരിക്കുന്ന നടുക്കൂടെ, അതിൻ്റെ പുറകോട്ടുള്ള ആളുകളെ ഏറെക്കുറെ കാണാം, അതിൻ്റെ മുന്നോട്ടുള്ളത് താണ്ടിരിക്കുന്നു. അങ്ങനെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ആളുകൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഇവിടെ ഒരുമിച്ച് കൂടുകയും ഇസ്രയേലിന് വേണ്ടി പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ ആത്മീയ അന്തരീക്ഷം മാറി. their prayers will be answered. നമ്മൾ പണ്ടൊരിക്കലേ ഇത് തൊട്ടതാണ്. മശിഹ വരുമ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കും. എന്നാൽ 3.5 വർഷം കഴിഞ്ഞ് സംഭവിക്കാനുള്ള കാര്യവും യേശു ഇട്ടിട്ടുണ്ട്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് ഇത് യഹൂദന്മാർ അവരുടെ പുരോഹിതന്മാരെ ട്രെയിൻ ചെയ്യേണ്ടതിന് വേണ്ടി ക്രിസ്ത്യാനികൾ ബൈബിൾ സ്കൂളുകൾ സ്ഥാപിച്ചതുപോലെ പ്രീസ്റ്റ് ട്രെയിനിങ് സ്കൂളുകൾ ആരംഭിച്ചിരിക്കുന്നു. എങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നത്. 2016 ആയപ്പോഴത്തേക്ക് സംഗതികൾ വ്യത്യാസമായി. യഹൂദന്മാരുടെ ഇടയിലെ ചിന്താഗതികൾ മാറിത്തുടങ്ങി. യഹൂദന്മാരിൽ ബഹുഭൂരിപക്ഷവും നിരീശ്വരന്മാരായി മാറിപ്പോയൊരു കാലമുണ്ട്. 2016 തിരിച്ചു കുറിച്ചുകൊണ്ടാണ് സംഭവങ്ങൾ കാണുന്നത്. അവർക്ക് വേണ്ട പുരോഹിതന്മാരെ ട്രെയിൻ ചെയ്തു തുടങ്ങി. എല്ലാം വയസ്സന്മാരും അപ്പൂപ്പന്മാരുമാ. പിള്ളേരവർക്ക് ഇല്ലെന്നല്ല, പിള്ളേർ പുറകെ വരും. പക്ഷെങ്കിൽ പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും ഒരുപോലെ വരേണ്ടതിന് പുരോഹിതന്മാരെ ട്രെയിൻ ചെയ്യുന്നത് ഞാനിതിൻ്റെ വീഡിയോകളൊക്കെ എടുത്ത് കണ്ടേച്ചാണ് ഇന്ന് നിൽക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ കൈ എങ്ങനെ എടുക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വസ്ത്രം എങ്ങനെയായിരിക്കണം. എന്നെ ഇടപെടായി പറയുന്നത് വസ്ത്രമൊക്കെ ദൈവം നോക്കുന്നു. അത് നോക്കിയാൽ വരത്തുള്ളൂ. അത്രയും പോലും ക്രമീകരണം ചെയ്യാൻ വയ്യാത്തവൻ്റെ പ്രാർത്ഥന ആര് കേൾക്കാനായി വരുന്നേ? നിങ്ങളുടെ വസ്ത്രങ്ങൾ എങ്ങനെ ഇരിക്കണം, നിങ്ങളുടെ കൈയുടെ ആംഗിൾ അടിക്കണോ തൊഴിക്കണോ, എന്ത് വേണം, നിങ്ങളുടെ ആക്ഷൻ എന്തായിരിക്കണം, ഓരോന്ന് പുരോഹിതന്മാരെ ട്രെയിൻ ചെയ്യുകയാണ്. പോകട്ടെ, അടുത്തത് ദേവാലയത്തിൻ്റെ മോഡൽ വരച്ചു. അതിനാവശ്യമുള്ള മുഴുവൻ മെറ്റീരിയലും സമ്പാദിച്ചു വെച്ച് കഴിഞ്ഞു. ഇസ്രയേലിലെ പിള്ളേർ കളിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതിന് ദേവാലയത്തിൻ്റെ മോഡൽ ഉണ്ടാക്കുവാൻ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ബ്ലോക്കുകൾ ഉണ്ടാക്കി തുടങ്ങി. കിട്ടുന്നുണ്ടോ ഈ പറയുന്നത്? കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ എത്തിരിക്കേണ്ടതിന് വേണ്ടി പോയി എവിടെയെങ്കിലും കളിക്കടാന്ന് പറഞ്ഞ് വിടുന്നതിന് പകരമായി, വീട്ടിൽ നിന്ന് ശല്യം മാറട്ടെ എന്ന് പറയുന്നതിന് പകരമായി, ബുദ്ധി വികസിക്കുവാൻ ചെസ് കളിപ്പിക്കുന്നതിന് പകരമായി ഇസ്രയേൽ കുഞ്ഞുങ്ങൾക്ക് കളിക്കേണ്ടതിന് വേണ്ടി പ്രത്യേക ബ്ലോക്കുകൾ ഉണ്ടാക്കി തുടങ്ങി. അത് ദേവാലയത്തിൻ്റെ മോഡൽ നേരത്തെ കണ്ടതാണ്. ചുവന്ന പശുവിനെ യാഗം കഴിക്കേണ്ടതിന് രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ചുവന്ന പശുക്കൾ ഒന്നിനു പുറകെ ഒന്നായി ആയിക്കഴിഞ്ഞു. അടുത്തടുത്തോട്ട് കയറാൻ പോകുകയാണ്. മെനോറയും ഓയിൽ സ്റ്റാൻഡും റെഡിയായി. മെനോറ എന്ന് പറഞ്ഞാൽ അവരുടെ വിളക്കാണ്. 7 തണ്ടുള്ള വിളക്ക് ദേവാലയത്തിൽ കൊണ്ട് വെക്കേണ്ടതിന് വേണ്ടി മെനോറ റെഡിയായി കഴിഞ്ഞു. ഹനുക്ക എന്ന ഫെസ്റ്റിവൽ വരികയാണ്. എൻ്റെ ഡേറ്റ് അറിയാമോ? ഈ ഡിസംബർ 24. നമ്മളിഞ്ഞായി ഈ ഡിസംബർ 24 ഹനുക്ക എന്നിവരുടെ ഫെസ്റ്റിവൽ വരികയാണ്. BC 165 ഒരു ദേവാലയം പൊളിഞ്ഞു പോയതിനെ അവർ പുനഃസ്ഥാപിച്ചിരുന്നു. അന്നത്തെ ചില പ്രവാചകന്മാരിലൂടെ ദൈവിക ആലോചന ഉണ്ടായതിനെ തുടർന്ന് അതിനെ ഒരു ആഘോഷ ദിവസമായി അവർ ആഘോഷിച്ചു തുടങ്ങി. അത് ഈ ഡിസംബർ മാസം 2016 ഡിസംബർ മാസം 24-ാം തീയതി മുതൽ തുടർന്നുള്ള 8 ദിവസങ്ങളാണ്. ആ ദിവസങ്ങൾക്കകം ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്താൽ, ഇന്ന് 18ആയി, നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇസ്രയേൽ ചെയ്യുന്ന കാര്യം ആവർത്തിക്കുക. ഇന്ന് നടന്നില്ലെങ്കിൽ 2 കൊല്ലം എടുത്താലും ഇത് നടന്നേ പറ്റൂ.
രണ്ടു പോകാൻ സാധ്യതയില്ല. അതിനു മുമ്പേ ഇത് നടക്കേണ്ടതാണ്. ഹനിക്കയിൽ അവർക്ക് ചെയ്യേണ്ടതിന് വേണ്ടി അവർ ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. താണ്ടിരിക്കുന്ന വിളക്ക്, പുതിയതായ ദേവാലയം പണിയുവാൻ അനുവാദം ലഭിച്ചാൽ ഇമ്മീഡിയറ്റ്ലി കത്തിക്കേണ്ടതിന് വേണ്ടി വിളക്ക് റെഡിയായി കഴിഞ്ഞു. അതിനെ തുടർന്ന് അവർക്ക് ആവശ്യമുള്ള അഭിഷേക തൈലം, വിളക്കിനകത്തൊഴിക്കുന്ന എണ്ണ മുതലായത് മുഴുവനും ഉണ്ടാക്കി കഴിഞ്ഞു. അവർ തയ്യാറായിരിക്കുകയാണ്. 24 മുതൽ ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്നുള്ള ചിന്തയിൽ ഇസ്രായേൽ റെഡിയായി. ഇന്ന് പറയുന്ന ആശയം കിട്ടുന്നുണ്ടാവും. അവർ കുത്തിയവെങ്കിലേക്ക് തിരിച്ചു നോക്കും. ഇന്നല്ല, ഒരു 3.5 കൊല്ലം കഴിയും. കൂട്ടമോ അവർ അനുദമിച്ച് മടങ്ങി വരും. ഞാൻ മുന്നോട്ട് പോകട്ടെ. പൊളിറ്റിക്കലി എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പൊളിറ്റിക്കലി അവരുടെ സന്നിധി സംഘം കാര്യങ്ങൾ ഏറ്റെടുത്തു. അവരുടെ സന്നിധി സംഘം റഷ്യൻ പ്രസിഡന്റിനെയും അമേരിക്കയുടെ ഇലക്റ്റഡ് പ്രസിഡന്റ് ട്രംപിനെയും ഓൾറെഡി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ അടുത്ത് കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ രാത്രിയിൽ തീർന്നു വരണമല്ലോ എന്നുകൊണ്ട് കുറേ സ്ലൈഡുകൾ മാറ്റുകയായിരുന്നു ചെയ്തത്. അവരെ രണ്ടുപേരെയും അപ്രോച്ച് ചെയ്തു. അവരൊരു വലിയ പടമുണ്ടാക്കി. അവരുടെ യെരുശലേമിൻ്റെ ദേവാലയം വെച്ചിരിക്കുന്നതായും ഇടത്തും വലത്തും അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും നിൽക്കുന്നതുമായ ഒരു ചിത്രമുണ്ടാക്കി. അതിനടിയിൽ അവരൊരു കുറേ കാര്യങ്ങൾ കുറിച്ചു. അവർ റഷ്യൻ പ്രസിഡന്റ് പുടിന് കൊടുത്തിരിക്കുന്ന ലെറ്ററിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: ഞങ്ങളുടെ ബൈബിൾ അനുസരിച്ച്, ഞങ്ങളുടെ തോറ എന്നല്ലവർ എഴുതിയത്, ഞങ്ങളുടെ ബൈബിൾ അനുസരിച്ച് പണ്ടൊരിക്കൽ സൈറസിന് അധികാരം കൈമാറേണ്ടതിന് ദൈവം ചെയ്തത് ഇസ്രയേലിനെ സ്വതന്ത്രമാക്കുവാൻ ഒരു അവസരമായിരുന്നു. സൈറസ് അത് ചെയ്തതിനാൽ ലോകം പിടിച്ചടക്കിയ അധികാരത്തിലേക്ക് മാറ്റി. പുടിൻ, നിനക്ക് ലോകം പിടിച്ചടക്കണമെങ്കിൽ ഏക മാർഗമേ ഉള്ളൂ, ഞങ്ങളെ സഹായിക്കൂ. ഇതാണ് തെളിവ്. ചരിത്രത്തിൽ നിന്ന് അവർ അമേരിക്കൻ ഇലക്റ്റഡ് പ്രസിഡന്റിന് ഒന്നു കൊടുത്തു. സന്നിധ്രീൻ എന്നാൽ എന്ത്? ഇസ്രയേലിൻ്റെ സന്നിധി സംഘമാണ് ഈ കെയർ എടുത്തത്. അതൊരു പൊളിറ്റിക്കൽ സംഘടനയല്ല. പൊളിറ്റിക്സ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പൊളിറ്റിക്കൽ സംഘടനയല്ല. ഇസ്രയേലിനെ ആത്മീകരായ 70 നേതാക്കന്മാരെ തെരഞ്ഞെടുത്തുകൊണ്ട് മഹാപുരോഹിതനെ അതിൻ്റെ പ്രസിഡന്റായി അംഗീകരിച്ച 71 മെമ്പേഴ്സ് ഉള്ളതായ അവരുടെ സുപ്രീം കോർട്ടും സുപ്രീം അതോറിറ്റിയുമാണ് സന്നിധി സംഘം. ഈ രണ്ട് വ്യക്തികൾക്ക് എഴുത്തെഴുതി. സന്നിധി സംഘത്തിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണാം. വിശദീകരിക്കാൻ ഇതിനകത്ത് കണ്ടമാനം കിടപ്പുണ്ട്. നേരമില്ലാത്തത് കൊണ്ട് പോകുകയാണ്. സന്നിധി സംഘം പ്രസിഡന്റുമാരെ അറിയിച്ചു. പരിണിതം തേണ്ട നിൽക്കുന്നു ട്രംപ്, പുടിൻ. വിലാപമതിലിൻ്റെ അടുക്കൽ അദ്ദേഹം എത്തി. ഇത് നടന്ന് കഴിഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞാൽ അപേക്ഷകൾ എങ്ങാണ്ട് ചലിച്ചു തുടങ്ങി. ആ നടുക്ക് നിൽക്കുന്ന മനുഷ്യനാണ് അവരുടെ റബിമാരോട് സംസാരിക്കുകയാണ്. ദാറ്റ്സ് എ കംപ്ലീറ്റ് വീഡിയോ. അതിനൊരു കംപ്ലീറ്റ് വീഡിയോ അവരുടെ സൈറ്റിൽ കിടപ്പുണ്ട്. അവരുടെ ബ്രേക്കിംഗ് ന്യൂസിൽ കിടപ്പുണ്ട്. ഈ പറഞ്ഞ സംഭവങ്ങൾ സംഭവിച്ചു തുടങ്ങി. ആകയാൽ ഞാൻ വാതുക്കലെന്നോർത്തുകൊണ്ട് തല ഉയർത്തുവാനുള്ള സമയമാണ്. ദൈവജനം മറക്കരുത്. മഹോദ്രവത്തെ നേരിടുവാൻ നിൽക്കാതെ മണവാട്ടി സഭയിലാകേണ്ടതിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കേണ്ട സമയമായി. ഒരു സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആലോചന പറഞ്ഞു തുടങ്ങാൻ ആവശ്യപ്പെട്ടതും ആ ഞായറാഴ്ച തുടങ്ങിയില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ടു ലേറ്റ് എന്ന് പറഞ്ഞതും എനിക്ക് ഓർമ്മ വരുന്നു. ഈ വർഷം കൊണ്ട് കർത്താവേ ഇതൊന്ന് നിർത്തുവാൻ എന്നെ ആ സമയത്തെങ്കിലും ഇത്രയും ധൃതി വെച്ചെങ്കിലും കൊണ്ടുവരുന്ന മഹാകരുണയ്ക്കായി സ്തോത്രം. ഈ വരുന്ന എതിർ ക്രിസ്തുവുമായി ഒരു 7 വർഷത്തേക്ക് ഇസ്രായേൽ ഒരു ഉടമ്പടിയിലെത്തും. അവരുടെ സഹായത്താൽ ആലയം പണിയും. എന്നാൽ ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ നിയമം കഠിനമാക്കുകയും 666 പറയും ഡൺ ഈസ് ഡൺ, ഇനഫ് ഈസ് ഇനഫ്, കഴിഞ്ഞു, നിന്റെ യാഗം ഇവിടെ നിർത്ത്. വിശുദ്ധ സ്ഥലം ശൂന്യമാക്കപ്പെടുകയും ചെയ്യും. ദ ഗ്രേറ്റ് ട്രിബുലേഷൻ ആരംഭിച്ചു. ദാനിയേൽ 24 മുതൽ 26 വരെ 9 നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ തെസ്സലോനിക്കരുടെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നത്, അവൻ ദേവാലയത്തിൽ കയറിയിരിക്കും. ഇനി മുതൽ നിന്റെ പഴയ ദൈവത്തെ എടുത്തു മാറ്റ്, ഞാനാണ് ദൈവമെന്ന് പറഞ്ഞ് അവൻ്റെ ബിംബം പ്രതിഷ്ഠിക്കുകയും ഒരു കൂട്ടം ആളുകളുടെ അഭിപ്രായ പ്രകാരം പന്നിച്ചോര കൊണ്ടുവന്ന് ഇസ്രായേലിൻ്റെ ആലയത്തെ അശുദ്ധമാക്കുകയും ചെയ്യും. ദേവാലയം അശുദ്ധമാക്കും. തുടർന്ന് ലോകമഹായുദ്ധം തയ്യാറായി. മത്തായിയുടെ സുവിശേഷം 24:15 ബൈ മിസ്റ്റേക്ക് മുമ്പേ ഞാൻ എടുത്ത വാക്യം ഇതാണ് 15. When you see this all thing, ഇതെല്ലാം കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങളുടെ തലകളെ ഉയർത്തിക്കോണം. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് കയറി നിൽക്കുന്നത് നിങ്ങൾ കാണും. മത്തായി 24:15 the abominations of desolation എന്ന് പറയുന്നത് it become too much.
പണ്ട് ചെറിയ കളറടിച്ചോണ്ട് പാട്ടുപാടാൻ സ്റ്റേജിൽ കയറുന്നത് കണ്ടേച്ച് വേണ്ടായിരുന്നു എന്ന് ആളുകൾ പറയും. ഇന്ന് മനുഷ്യനെ കാണാനില്ല, കളറേ കാണാനുള്ളെന്നായി. ഇറ്റ് ഈസ് ടു മച്ച്, ഇറ്റ് ഈസ് ഡെസല്യൂറ്റഡ്. പണ്ടൊരിക്കൽ ആരാധിച്ചു കൊണ്ടിരുന്ന സഹോദരിമാരുടെ തലയിൽ നിന്ന് ശിരോവസ്ത്രം താഴെ പോയാൽ കാത്തിരിപ്പ് യോഗം നടത്തുന്ന ആളുകൾ പറയുമായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് സുബോധമുള്ളതാണ്, വചനം പ്രമാണിക്കൂ. ഇന്നങ്ങനെ ഒരു സംഭവം ഇല്ല. The abomination became desolate. It is കഴിഞ്ഞു. It is too much. It is miserable. യേശുക്രിസ്തുവിൻ്റെ വാചകങ്ങളാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇത് നടക്കുമ്പോൾ വായിക്കുന്നവൻ ചിന്തിക്കട്ടെ. മത്തായി 24:15 അത് അധികമാകുമെന്ന് പറഞ്ഞു. മർക്കോസ് 13 വന്നപ്പോൾ യേശു പറഞ്ഞു, നിൽക്കരുതാത്തത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത. നിൽക്കരുതാത്തടത്ത് കയറി നിൽക്കുമ്പോൾ, ഇത് സിനിമ തിയേറ്ററിൽ ശല്യമില്ല, നാടകശാലയെ കുഴപ്പമില്ല, ഇത് മദ്യശാലയിൽ വേണം, പക്ഷെ എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ടതാണ്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് കയറി നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിക്കട്ടെ, കണ്ട് തുടങ്ങാൻ പോകുകയാണ്. അന്ന് 2 വസ്ത്രമുള്ളവൻ ഒന്നും ഇല്ലാത്തവന് കൊടുത്തേച്ച് ഓടിക്കോ, നിങ്ങളുടെ ഓടിപ്പോക്ക് എന്നാകുമെന്ന് അറിഞ്ഞുകൂടാ. ഓടാവുന്നൊരു സമയത്താകാൻ പ്രാർത്ഥിച്ചോ. നമ്മൾ അവിടെ വന്നെന്ന് മറക്കരുത്. നമ്മൾ അവിടെയാണ് നിൽക്കുന്നത് എന്ന് മറക്കരുത്. 3.5 വർഷത്തെ ഭയങ്കര പീഡാകാലം, ഇതിനെ 42 മാസം എന്ന് വിളിക്കുന്നുണ്ട്, 1260 ദിവസം എന്ന് വിളിക്കുന്നുണ്ട്. കാലവും കാലങ്ങളും കാലാർത്ഥവും, കാലം എന്ന് പറയുന്നത് 2 വർഷമാ, 1 വർഷമാ, കാലങ്ങൾ 2 വർഷം, കാലവും 2 കാലങ്ങൾ, 1 വർഷവും 2 വർഷവും, കാല അർത്ഥം, അങ്ങനെ 3.5 വർഷം എന്ന് എടുത്തു പറയുന്നുണ്ട്. വളരെ പ്രിസൈസായി തിരുവചനം ആ സമയം തരുന്നുണ്ട്. ഇതോടുകൂടെ എതിർ ക്രിസ്തു തലമേൽ മുദ്ര വെച്ചു, കൈമേൽ മുദ്ര വെച്ചു. അവന് എഡിറ്റബിൾ ബേബീസ് പുറത്തു വരുവാൻ വേണ്ടിയുള്ള DNA ചിപ്പ് വരെയും ഫിറ്റ് ചെയ്തു. നമുക്കറിയാം, ഞാൻ എടുത്തു കഴിഞ്ഞതാണ്. അവൻ തകർത്തുകൊണ്ട് ഒരറ്റത്ത് മുന്നേറുകയാണ്. ഈ സമയത്ത് എസെക്കിയേൽ 38 പ്രകാരം ലോകമഹായുദ്ധം പ്രഖ്യാപിച്ചു. 3 ലോകമഹായുദ്ധം പ്രഖ്യാപിച്ചു. അധികം നാൾ പോകില്ല, അധികം താമസിക്കാതെ. അതിൻ്റെ പ്രധാന പാർട്ടിസിപ്പൻസ് റഷ്യയും ഇസ്രയേലും ആയിരിക്കും. 2 സാക്ഷികൾ ഈ സമയത്ത് പ്രവചിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ അങ്ങനെ പോകുക, കഴിഞ്ഞ ആഴ്ച ഞാൻ എടുത്തതാ. ആ സാക്ഷികളുടെ പ്രവചനം കേട്ടുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ രക്ഷിക്കപ്പെടും. എസെക്കിയേൽ 39 അധ്യായമാകുമ്പോഴത്തേക്ക് നാച്ചുറൽ കലാമിറ്റീസ് ആരംഭിക്കും. യഹോവയായ ദൈവം തൻ്റെ പർവ്വതങ്ങളോട് പറയും, നിങ്ങൾ വാളുകൾ എടുക്കുക. പർവ്വതങ്ങൾ ഇടിഞ്ഞ് അതിൻ്റെ കീഴിൽ പതിയിരിക്കുന്ന സൈന്യത്തിൻ്റെ മേൽ വീഴുന്നതിനാൽ മിലിറ്ററി മൂവ്മെൻ്റ് വരെയും പ്രയാസമാകും. മനുഷ്യൻ്റെ കണ്ണ് നിൽക്കുന്ന നിപ്പിൽ അളിഞ്ഞ് താഴെ പോകുന്നതിനാൽ യുദ്ധം ചെയ്യുവാൻ നിൽക്കാതെയാകും. രോഗങ്ങൾ വർദ്ധിക്കുവാൻ തുടങ്ങും. പക്ഷേ ഇതോടുകൂടെ കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് ഇതുവരെയും അവിടെ ചെല്ലാൻ എളുപ്പമല്ല. നമ്മുടെ ഹിമാലയ പർവ്വതം മുതൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ യൂഫ്രട്ടീസ് നദി വരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എയർലിഫ്റ്റ് ചെയ്യാനൊക്കത്തുള്ള ആളുകളെ കൊണ്ടുപോകാനൊക്കത്തില്ല. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം പറഞ്ഞു, ഒരു ദൂതൻ ഇങ്ങോട്ട് ഇറങ്ങി തൻ്റെ യൂഫ്രട്ടീസ് നദിയിലോട്ട് അവൻ്റെ കലശം ഒഴിക്കുകയും ആ യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകുകയും ചെയ്യും. ഇന്ന് ചില വർഗീയ സംഘടനകൾ യൂഫ്രട്ടീസ് നദി വറ്റിക്കുവാൻ ഓൾറെഡി കെമിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ആരംഭിച്ച് കഴിഞ്ഞുവെന്ന പത്രവാർത്ത ഞാനൊന്ന് ഓർപ്പിച്ചോട്ടെ. യൂഫ്രട്ടീസ് നദി ഉണങ്ങിയിരിക്കും. ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു, കാരക്കോണം ഹൈവേ എന്ന പേരിൽ ഒരു ഹൈവേ ചൈനീസ് ഗവൺമെൻറ് ആരംഭിച്ചു. അത് വെട്ടരുത് എന്ന് UNOയുടെ സഹായത്തോടെ പല രാജ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും അവർ വകവെച്ചില്ല. ലോകത്തിലെ 8ാമത്തെ അത്ഭുതമായി മാറേണ്ടതിന് ചൈനയുടെയും പാകിസ്ഥാനിൻ്റെയും എക്കണോമിക് കോറിഡോറായി മാറുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ റോഡ് വെട്ടി പാകിസ്ഥാൻ വരെ എത്തിച്ചു. എന്നാൽ അടുത്ത ലോകമഹായുദ്ധത്തിന് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും കിഴക്കേ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രയേലിന് അനുകൂലമായും റഷ്യയ്ക്ക് അനുകൂലമായും 2 ഗ്രൂപ്പുകൾ മൂവ് ചെയ്യും. അവരുടെ സൈന്യബലം കൊണ്ടുചെല്ലേണ്ടതിന്, എന്തിന്? സകലതിനെയും ഒരുമിച്ച് ഇസ്രയേലിലേക്ക് വിളിച്ചു വരുത്തേണ്ടതിന് വേണ്ടി ആ 3ാമത്തെ ലോകമഹായുദ്ധം ആരംഭിക്കും. ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിലെ 6ാം ഘടകം, സ്വർഗം തുറന്നു. മേളിൽ ഇതിനോടകം എന്തൊക്കെ നടന്നു? യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൽ വിധി നടന്നു. ക്രിസ്തുവിൻ്റെ കിരീടധാരണം കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ കല്യാണം കഴിഞ്ഞു. മണവാളനും മണവാട്ടിയും രാജാവും രാജ്ഞിയുമായി മാറി. സ്വർഗം തുറന്നു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിൻ്റെ മേൽ ദൈവവചനമെന്ന് പേരുള്ള യേശു ഇരുന്നു. മറ്റു കുതിരകൾ പ്രത്യക്ഷരായി. തൻ്റെ മണവാട്ടി, തൻ്റെ ഭാര്യ, തൻ്റെ കാന്ത,
തൻ്റെ രാജ്ഞി തന്നോട് കൂടെ കയറി, സ്വർഗത്തിലെ ഒരു സൈന്യം ചേർന്ന് കയറി, അവർ ഒരുമിച്ച് ഭൂമിയിലേക്ക് വരികയാണ്. യേശുവിൻ്റെ പാദം വന്നിട്ട് യെരുശലേമിൽ ആ ഒലിവുമലയുടെ മുകളിലേക്ക് വയ്ക്കും. സക്രിയ പ്രവചനം 6:13, 14:4, മർക്കോസ് മത്തായി 19:28, 25, 31 ഇതൊക്കെ അനുസരിച്ച് രാജാവും രാജ്ഞിയും കൂടെ വരുന്ന വരവിന് അവിടെ തൻ്റെ കാലുകൾ വയ്ക്കുകയും എതിർ ക്രിസ്തുവിനെ തൻ്റെ വായിലെ ശ്വാസത്താൽ അങ്ങ് ഒതുക്കുകയും ചെയ്യും. തീർന്നില്ല, സ്വർഗത്തിലെ സൈന്യം ടേക്ക് ഓവർ ചെയ്യും. സാത്താനെ പിടിക്കും. 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് ബന്ധിക്കും. അവനെ അങ്ങ് ബോട്ടംലെസ് പിറ്റ്, അതിനകത്തെ അഗാധകൂപത്തിലേക്കിട്ട് മുദ്ര വെച്ചവിടെ ഇടും. 1000 ആണ്ട് കിടന്നോളാൻ. സാത്താൻ പോകുന്നതോടെ സകല അവൻ്റെയും ബലം പോയി. കാറ്റുപോയ ബലൂൺ പോലെ അവസാന ഭരണകൂടം ചൊട്ടി. എൻ്റെ യേശു തൻ്റെ സിംഹാസനം, ത്രോൺ ഓഫ് ഹിസ് ഗ്ലോറി, തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനം വെക്കും. നമ്മളെ മറക്കത്തില്ല കേട്ടോ. ഒരു 12 സിംഹാസനങ്ങൾ കൂടിടും. കാര്യം ഇവിടെ മണ്ണിൽ ജീവനോടെ നടന്ന കാലത്ത് എൻ്റെ യേശു എന്ന് പറഞ്ഞായിരുന്നു, ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിക്കും. യേശുവിൻ്റെ സിംഹാസനം എന്ന് പറയുന്നത് കേവലം ഒരെണ്ണമല്ല, താൻ ഒറ്റ മിഷനല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു VVIP, ഇവിടുത്തെ നമ്മുടെ വൺ ഓഫ് ദ ഗ്രേറ്റ് മെൻ, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആ മാന്യദേഹം മിസ്റ്റർ ജസ്റ്റിസ് ഇവിടെ വരുമെന്ന് പറഞ്ഞ സമയത്ത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞത്, 1000 കസേരയല്ലേ, 1000 കസേര റെഡിയാക്കിക്കോണം, അദ്ദേഹം വരുന്നു. അന്ന് നമുക്ക് എല്ലാം കൂടെ 1000 കസേരയേ ഉള്ളൂ, 1000 പേരുമേ ഉള്ളൂ അന്ന് ചർച്ചിൽ. ഞാൻ എടുത്ത് വെച്ചു, സാറേ ആകെ 1000 കസേര, അതേലി ഒരാളങ്ങിരുന്ന് നമ്മൾ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു. പറഞ്ഞിട്ട് എന്നെപ്പോലൊരുത്തനും നിന്നെപ്പോലൊരുത്തനും അല്ല വരുന്നേ, ഈസ് സംതിങ് ബിഗ്. ന്യൂസ് ലോബി തന്നെ 750 പേര് കാണും. അദ്ദേഹം ഇവിടെ വന്നാൽ ന്യൂസ് ലോബി തന്നെ 750 പേര് കാണും. ഒറ്റക്കസേറയും കൊണ്ട് അങ്ങനെ ഇരുത്താൻ ഒക്കെയില്ല. ദറ്റ് ഈസ് സംതിങ് ബിഗ്. ഈ വരുന്നത് എൻ്റെ യേശുവാ, എൻ്റെ സിംഹാസനത്തിൽ നിങ്ങളിരിക്കും. കർത്താവ് പറഞ്ഞു, ഈ ദുഷ്ടകാലത്ത് എന്നെ അനുഗമിച്ച നിങ്ങളുണ്ടല്ലോ, ഈ പ്രതികൂലത്തിന് നടുവിൽ എന്നെ അനുഗമിച്ച നിങ്ങളുണ്ടല്ലോ, ലോകത്തിൻ്റെ മോഹത്തിൻ്റെ പുറകെ പോകാതെ, ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുറകെ പോകാതെ എന്നെ അനുഭവിക്കുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ കൂടെ എൻ്റെ സിംഹാസനത്തിലിരിക്കും. 1000 ആണ്ട് കഴിഞ്ഞാൽ സാത്താനെ അഴിച്ചുവിടുന്ന ഒരു കാലം വരും. അതിനുശേഷം മില്ലീനിയം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഇച്ചിരൂടെ വേഗത്തിൽ പോട്ടെ. വെരി ക്വിക്ക് സമ്മറി, ഞാനിവിടെ അങ്ങ് പോവുകയാണ്. തുടർന്ന് അർമഹദോൻ യുദ്ധം ആരംഭിക്കും. എന്ന് പറഞ്ഞാൽ അർമഹദോൻ എന്ന താഴ്വരയിലേക്ക് ഭൂമിയിലുള്ള സകല രാജ്യങ്ങളും കൂടെ ഒരുമിച്ച് ചേരുകയും ആ അർമഹദോനിൽ വെച്ച് യേശു രാജാവായി ഈ മുഴു സൈന്യത്തെയും തോൽപ്പിക്കുകയും രാജ്യം പിടിച്ചെടുക്കുകയും ചെയ്യും. അവരെ എബ്രായ ഭാഷയിൽ അർമഹദോൻ എന്ന് പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്ത് മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. പക്ഷെ അവിടെ വെച്ച് അർമഹദോനിൽ വെച്ച് ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന അന്തിമ യുദ്ധം തീരുകയും ഉണ്ട്. ഒരു യുദ്ധത്തിൻ്റെ മാറ്റൊലി ഇനിയും വരുന്നുണ്ട്. അത് വെറും മിനിറ്റുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ തീർന്നു പോകുന്ന ഒരു ടെമ്പററി അഫയർ. ഓൺലി തിങ് നിങ്ങളെ നശിപ്പിക്കാനൊന്നും ഒരുമിച്ച് കൂട്ടുന്നതേ ഉള്ളൂ യുദ്ധത്തിൻ്റെ പേരിൽ. അത് മാത്രമേ ഉള്ളൂ. അത് 1000 വർഷം കഴിഞ്ഞിട്ടാണ് സത്യത്തിൽ യുദ്ധം ചെയ്യുന്ന അവസാനത്തെ യുദ്ധം ഇവിടെ നിന്ന് തീരും. മത്തായി 24 ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യേശു സകല സാമ്രാജ്യങ്ങളെയും ഡിസ്മിസ് ചെയ്യും. ലോകഭരണം തിരികെ പിടിക്കേണ്ടതിന് അനേക രാജമുടികൾ അവനുണ്ട്. ഭൂമിയുടെ ആരംഭം മുതൽ അവസാനം വരെ ഭരിച്ചിരുന്ന സകല രാജാക്കന്മാരുടെ കിരീടങ്ങളും ഒരുമിച്ച് തിരിച്ചെടുക്കും. തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനം കഴിഞ്ഞ ആഴ്ച തൊട്ടതാണ് കൊണ്ടിട്ടു. 12 സിംഹാസനങ്ങൾ അപ്പോസ്തലന്മാർക്ക് വേണ്ടി. തീർന്നില്ല. അപ്പോസ്തോലിക യുഗം കൊണ്ട് 12 പേരെ തീർന്നുള്ളെങ്കിൽ ഇന്നും സഭയിൽ ദൈവം അപ്പോസ്തലന്മാരെ ആക്കിയിരിക്കുന്നു. ദൈവം സഭയിൽ 1ാമത് അപ്പോസ്തലൻ, 2ാമത് പ്രവാചകൻ, 3ാമത് സുവിശേഷകൻ, 4ാമത് ഇടയൻ, 5ാമത് അധ്യാപകൻ എന്നിങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളെ ആക്കിയതാണ്. അന്നത്തെ അപ്പോസ്തലനെയും ഇന്നത്തെ അപ്പോസ്തലനെയും നിശ്ചയമായും ഉപദേശം നാം അംഗീകരിക്കുന്നതിൽ വ്യത്യാസമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കണ്ണിൽ വലിപ്പ ചെറുപ്പമല്ല, പകരം ദൈവം ഏൽപ്പിച്ച ജോലി ചെയ്തവരെ ഒരുമിച്ച് മാനിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. അവരുടെ സിംഹാസനങ്ങളിൽ അവരിയ്ക്കും. കിരീടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി താഴെയിടും. എന്നാണ് സകല മുഴങ്കാലും എൻ്റെ മുമ്പിൽ മടങ്ങും. എന്നാണ് സിംഹതുല്യരായി ഭരണം നടത്തി വന്ന മർത്യർ സിംഹരാജൻ യേശുവിൻ്റെ മുമ്പിൽ കിരീടം വെച്ച് ഒഴിയും. സകല മുഴങ്കാലും തിരുമുമ്പിൽ വണങ്ങും. സകല നാവും യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയും. കിരീടങ്ങളുടെ യഥാർത്ഥ ഉടയവനായവൻ മടങ്ങി വന്നിരിക്കയാൽ
ഇവർ വിളിച്ചു പറയും, കുന്നുകളെ ഞങ്ങളുടെ മേൽ വീഴുവീൻ, മലകളെ ഞങ്ങളെ മറപ്പീൻ. അയ്യോ, കഴിഞ്ഞ യുദ്ധം നടക്കുമ്പോൾ ആ മലയിടിഞ്ഞ് വീണ് ചത്ത കൂട്ടത്തിൽ ഞാനിവിടെ ചത്തിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ആ കല്ല് മറിഞ്ഞു വന്ന് എൻ്റെ 1000 സൈന്യങ്ങൾ പോയപ്പോൾ ഞാനിവിടെ പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കുഞ്ഞാടിൻ്റെ കോപം വന്നു, പിടിച്ചു നിൽക്കാൻ കഴിയുന്നവനില്ല എന്ന് പറഞ്ഞവൻ അനുതപിച്ചു കൊണ്ടിരിക്കും. അതിന് തയ്യാറല്ലെങ്കിൽ അവനെ നേരിട്ടോളാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലേ പറഞ്ഞായിരുന്നു. പലതിൻ്റെ മേലും ജയമെടുക്കുവാൻ കർത്താവ് നമുക്ക് തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞാൻ എളുപ്പം അങ്ങ് വയ്ക്കോട്ടെ. എസെക്കിയേൽ 40 കയറുകയാ. എസെക്കിയേൽ 40 കയറുമ്പോൾ ഇസ്രായേൽ രാജ്യം ശുദ്ധീകരിച്ചെടുക്കും. ജാതികൾ ചവിട്ടി ഭരിച്ച രാജ്യത്തെ എൻ്റെ യേശു തിരിച്ചെടുക്കും. അബ്രഹാമിനെ ഇങ്ങോട്ട് വിളിച്ചേച്ച് നീ തലപൊക്കി നോക്ക്. ഫ്രാത്ത് മുതൽ മഹാനദി വരെ നിന്റെ സന്തതിക്കായിരിക്കും എന്ന് പറഞ്ഞ 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ എത്ര സ്ഥലം പിടിച്ചു അത്രയും സ്ഥലം മുഴുവനും ഇസ്രായേലിന് വേണ്ടി വേർതിരിക്കും. ഇതര സ്ഥലങ്ങൾ ക്ലിയർ ചെയ്യുന്നത് പോലെയല്ല ഇവിടം ക്ലിയർ ചെയ്യുന്നത്. ഇവിടെയുള്ള ദൈവികമായ അശുദ്ധികൾ വരെ കംപ്ലീറ്റ്ലി മാലിന്യങ്ങൾ മാറ്റിയെടുക്കും. അതിൻ്റെ നടുവിൽ യഹോവയുടെ ആലയം പണിയും. ആലയത്തിൻ്റെ വളവുകളൊക്കെ വളരെ വലുതാണ്. ആ ആലയം പണിയും. ഒരു പക്ഷേ ആ ആലയം ഈ മഹോദ്രവത്തിങ്കൽ തന്നെ ഈ എതിർ ക്രിസ്തുവിൻ്റെ സഹായത്തോടുകൂടെ തന്നെ അടിസ്ഥാനമിട്ടത് അല്ലെന്ന് ഞാൻ പറയത്തില്ല. അന്ന് തന്നെ പണിതത് അല്ലെന്ന് ഞാൻ പറയത്തില്ല. അന്ന് പണിതത് ആണെന്നും പറയത്തില്ല. രണ്ടായാലും അന്നും ആലയം പണിയുണ്ട്. യേശു വന്ന ശേഷം, യേശു വരുമ്പോഴത്തേക്ക് അതിനെ മലിനമാക്കി, അതിനെ അശുദ്ധമാക്കി. യേശു അതിനെ പുനരുദ്ധരിക്കും. യേശുവിൻ്റെ സമയത്ത് ആലയം പുനരുദ്ധരിക്കപ്പെടും. എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയമായി മാറും. ലോകത്തിൻ്റെ 5 വൻകരകളിൽ നിന്ന്, എല്ലാ ദിക്കുകളിൽ നിന്നും, മൂലകളിൽ നിന്നും ജനം ദൈവത്തെ ആരാധിപ്പാൻ യെരൂശലേമിലേക്ക് വരും. യെശയ്യാവ് 2 യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങൾക്ക് മീതെ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല നന്മയും അവിടേക്ക് ഒഴുകി വരികയും ലോകം അവിടേക്ക് വരികയും ചെയ്യും. എസെക്കിയേൽ 47 ആകുമ്പോഴത്തേക്ക് ആലയത്തിൽ നിന്നൊരു നദി ഒഴുകുവാൻ തുടങ്ങും. ആത്മനദി അവിടെ നിന്ന് ഒഴുകുകയാണ്. മാസം തോറും പുതിയ ഫലം കായ്ക്കുന്ന, 12 ഇനം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ കിളുത്തു വരുന്ന ഒരു നദിയായി നദി മാറും. ദൈവത്തിൻ്റെ തോട്ടമായി ഇസ്രായേൽ പരിപാലിക്കപ്പെടും. ഇന്നവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഡ്രോയിങ് ഇതാ മാറത്തില്ല, ഇനി മാറുമെന്ന് തോന്നുന്നില്ല. ഇത് അവർ പണിതെടുക്കും. ആലയത്തിൽ പഴയ ആലയത്തിൽ ഒരാൾ വന്നു വെച്ച് പറഞ്ഞല്ലോ, എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്. യേശു ടേക്ക് ഓവർ ചെയ്യും. തൻ രാജാവും തൻ പുരോഹിതനും തൻ പ്രവാചകനുമായി 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കും. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന എന്തുവായിരുന്നു? ദൈ കിങ്ഡം കം, അങ്ങയുടെ രാജ്യം വരണമേ. ആദമിനെ കൊണ്ടാക്കിയത് അതിനാ മോനെ, അവൻ നശിപ്പിച്ചടാ. ഒടുക്കത്തെ ആദാമായി യേശു തൻ്റെ ജനത്തെ വീണ്ടെടുത്തേച്ച് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിര്, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അത് നമ്മുടെ പദവിയാണ്. 1 കൊരിന്ത്യർ 15 24 വാക്യത്തിൽ രാജ്യം യേശു ഏറ്റെടുത്ത് തൻ്റെ പിതാവിനെ ഏൽപ്പിക്കും. സിംഹാസനങ്ങളിൽ ഇരുന്ന് കൂടെ ഭരിക്കേണ്ടതിന് തനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത വീരന്മാരെ അന്ന് ദൈവസഭയെ ദൈവമാക്കും. റോമർ 16:20 സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ എൻ്റെ ദൈവം ചതച്ചു കളയും. ഐ ഹാവ് എ റിവാർഡ്, ഐ ഹാവ് എ ഷെയർ. നമുക്ക് പ്രതിഫലത്തെക്കാൾ കൂടുതലും ഷെയറാ വലുതല്ലേ? അവകാശമെന്ന പ്രതിഫലം. ഓ ഗോഡ്, ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾ ദൈവകൃപയാൽ പലരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ മാന്യമായും യോഗ്യമായും അവർക്ക് കൊടുക്കേണ്ട പ്രതിഫലം കൊടുത്തിട്ടുണ്ട്. കൂലിക്കാരൻ്റെ കൂലി എൻ്റെ കയ്യിൽ നിൽക്കരുതെന്ന ചിന്ത എൻ്റെ അപ്പനുണ്ടായിരുന്നു, എനിക്കുമുണ്ട്. ജോലി ചെയ്ത ജോലിക്കാർക്ക് മുഴുവനും പ്രതിഫലങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ശമ്പളം കൊടുക്കും. പക്ഷെ അവർക്കാർക്കും കൊടുക്കാത്ത ഒന്ന് മക്കൾക്ക് കിട്ടും, അവകാശം. അപ്പൻ്റെ വസ്തുവിൻ്റെ മേലൊരു അവകാശം. എനിക്കൊരു പ്രതിഫലമുണ്ട്, അതിനപ്പുറത്തൊരവകാശമുണ്ട്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പട്ടണങ്ങൾ, നഗരങ്ങൾ, ഭൂമി നിങ്ങൾ കൈവശമാക്ക്. ഗുഡ് ഗാഡ്, ലോകസ്ഥാപനം മുതൽ ഒരുക്കിയതിനെ തിരിച്ചു കൊടുക്കുന്നവനായ ഒരു ദൈവം. റൂൾ ദ ലാൻഡ് ആൻഡ് ദ പ്രോമിസിൽ രണ്ടാമത്തേത്, എൻ്റെ അവകാശത്തിൻ്റെ പ്രോമിസിൽ രണ്ടാമത്തേത്, ജയിക്കുന്നവന് ഞാൻ എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. എന്നെ ജാതികളുടെ നിയമമാക്കി ഇന്ന് വെച്ചു. യേശുവിനെ രാജാവായി പണ്ട് വെച്ചു. വാഴിക്കപ്പെട്ടത് മധ്യാകാശത്തിലാ. ഇതുപോലെ എന്നെ ജാതികൾക്ക് നിയമമായി വെച്ചു. ഒരാത്മീയ അർത്ഥത്തിൽ ഇന്നും അത് നടക്കും. എൻ്റെ വായിൽ നിന്ന് വീണതാ. ഞങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടതാ. ഞങ്ങൾ ഭൂമിയിൽ
ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുക. എന്നാൽ അക്ഷരീക മണ്ഡലത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് അത് മടങ്ങി വരുന്ന ഒരു ദിവസമാണ് നാളെ വരാൻ പോകുന്നത്. നിങ്ങൾ രാജ്യത്വം ഏറ്റെടുക്കും. എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് രാജ്യത്വം തരും. He shall sit on the 12 thrones. എന്നോടുകൂടെ നിങ്ങൾ സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 നിങ്ങൾ ന്യായം വിധിക്കും. ഇന്ന് അവരല്ലയോ നിങ്ങൾക്കെതിരെ കല്ലെടുത്തത്? ഇന്ന് അവരല്ലയോ നിങ്ങളെ കൊന്നത്? അവരല്ലേ പിടിച്ചുകെട്ടി ദേവാലയത്തിൽ കൊണ്ടാക്കിയത്? അവരല്ലയോ പിടിച്ചുകെട്ടി കാരാഗ്രഹത്തിൽ കയറ്റിയത്? ചമ്മട്ടി കൊണ്ട് അടിച്ചത്? വിളിച്ച് നിരത്തി നിർത്തി നിങ്ങൾ അവരെ ന്യായം വിധിക്കുന്ന ഒരു ദിവസത്തേക്ക് ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും. തീർന്നില്ല. വാഗ്ദത്തം 3. എൻ്റെ നിമിത്തം അപ്പനെയോ അമ്മയോ ഭാര്യയെയോ മക്കളെയോ വീടോ നിലങ്ങളോ വിട്ടവന് ഈ മണ്ണിൽ 100 മടങ്ങ് പ്രതിഫലം. എന്താ ഇത്? ഒട്ടും കർത്താവ് കുറയ്ക്കത്തില്ല. വാക്ക് മാറാൻ അദ്ദേഹം മനുഷ്യനല്ല. 100 മടങ്ങ് പ്രതിഫലം തരുന്ന ആളാണത്. ഇന്ന് ഒക്കാത്തവർ പലരുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നാട്ടുകാർ ചിരിച്ചില്ല, അതൊത്തില്ല, അതുകൊണ്ട് യേശു പിന്നെ വരാൻ ഞാൻ തൽക്കാലത്തെ കോംപ്രമൈസ്. നോ, യേശു പറഞ്ഞതുപോലെ നിന്നവന് 100 ഇരട്ടി പ്രതിഫലം കൊടുക്കുന്ന ആളാണത്. അതിനപ്പുറത്ത് ഞാൻ നിത്യജീവനെയും കൊടുത്തിരിക്കും. എൻ്റെ വാഗ്ദത്തത്തിൻ്റെ വലിപ്പം അന്ന് എനിക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അടുത്തത് ജഡ്ജ്മെന്റ് ഓഫ് ദ നേഷൻസ്. എൻ്റെ സമയമാകുന്നു. ജാതികളെ യേശു ന്യായം വിധിക്കും. ഇസ്രായേൽ ഓടിപ്പോകുമ്പോൾ, ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യുമ്പോൾ ആഹാരം കൊടുത്തവരും അന്ന് അവരോട് എതിർത്തവരുമായ 2 തരക്കാരെ ഇങ്ങോട്ട് ഒരുമിച്ച് വിളിച്ച് ഇടയൻ ചെമ്മരി ആളുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ ഇടത്തോട്ടും വലത്തോട്ടും മാറ്റി നിർത്തി അവർ ചെയ്തതിന് തക്കവണ്ണം അവർക്ക് കൊടുക്കുകയാണ്. തുടർന്ന് 1000 ആണ്ട് വാഴ്ച തുടങ്ങുക. 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ച ഇന്ന് എനിക്ക് വിശദീകരിക്കാൻ ഒക്കത്തില്ല. അന്ന് മൃഗങ്ങളുടെ മനോഭാവം മാറി. പുള്ളിപ്പുലിയും എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് പോയി പുല്ല് തിന്ന് ജീവിക്കും. അന്ന് മനുഷ്യൻ്റെ ആയുസ് മാറും. ഏറ്റവും പ്രായം കുറഞ്ഞ് മരിക്കുന്ന ശിശു 100 കഴിഞ്ഞേ മരിക്കത്തുള്ളൂ. മുത്തച്ഛൻ മുതുക്കൻ്റെ മൂത്തച്ഛൻ ഇരിക്കുന്നു എന്ന് പണ്ടൊരു കവി പാടിയത് ഈ കാലത്തെ ഓർത്തുകൊണ്ടാണ്. അന്ന് മരണം ഏറെക്കുറെ കാണാനില്ലാത്തൊരു കാലം. പ്രായപൂർത്തിയാകാതെ അങ്ങേയറ്റം വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ മനുഷ്യൻ്റെ ആയുസ് നീണ്ടുപോകുന്നൊരു കാലഘട്ടമാകും. മില്ലീനിയത്തിൽ ലോങ് ലൈഫ്, പ്രസൻസ് ഓഫ് ഗാഡ്. ഭൂമിയുടെ ശാപം ഒന്ന് റിലാക്സ് ചെയ്യും. അത് പൂർണ്ണ ഫലം തരും. ഇന്ന് പൂർണ്ണ ഫലം തരാത്തത് അത് റിലാക്സ് ചെയ്തിട്ടാ. ഭൂമിയുടെ ശാപം കൊണ്ടാണ് മനുഷ്യൻ ഇന്ന് ഏജിങ്, ശിശുമരണം മുതൽ എളുപ്പം അങ്ങ് പ്രായമാകുന്നതിൻ്റെ കാരണം അതാ. ഏജിങ് ആദമിനത് ഇല്ലായിരുന്നത് ശാപചിഹ്നമാ. അതെല്ലാം അങ്ങ് മാറും. ഒന്ന് റിലാക്സ് ചെയ്യും. കംപ്ലീറ്റ് ആകും എന്ന് പറഞ്ഞില്ല. കംപ്ലീറ്റ് ആകണേൽ ഈ ഭൂമി മാറിയേ മതി. കാര്യം ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം അവരിതിന് സാക്ഷി നിൽക്കുകയാണ് ഈ ശാപത്തിന്. അതുകൊണ്ട് ശാപം ഒന്ന് റിലാക്സ് ചെയ്യും. കംപ്ലീറ്റ് മാറത്തില്ല. സ്പിരിച്വൽ ശാപം ഒന്ന് റിലാക്സ് ചെയ്യുന്നത് കൊണ്ട് ദൈവ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കാൻ തുടങ്ങും. യേശു രാജാവും യേശു പ്രവാചകനും യേശു പുരോഹിതനുമായി ഈ ഭൂമിയിൽ വസിക്കും. തുടർന്നാണ് വെള്ളസിംഹാസനത്തിൻ്റെ വിധി. എൻ്റെ സമയമാകാൻ 1-2 മിനിറ്റൂടെ ഉള്ളൂ. ഞാൻ വെള്ളസിംഹാസന വിധി തൊട്ടുമാറും വരുന്ന ആഴ്ച തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് നോ, ഞാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വെള്ളസിംഹാസന വിധിയുടെ മുമ്പിൽ സകലത്തെയും കൂടി ഇങ്ങോട്ട് വിളിച്ചു വരുത്തും. ഞാൻ ഒരു വെള്ളസിംഹാസനം കണ്ടു. തൊട്ടങ്ങ് മാറിക്കോട്ടെ. ഞാനൊരു വെള്ളസിംഹാസനം കണ്ടു. ആ വെള്ളസിംഹാസനത്തിൻ്റെ ആ കോടതിയുടെ പ്രത്യേകത, ദൈവം തന്നെ ജഡ്ജായിരിക്കും. ബൈബിൾ ഹാജരാക്കും. ഓർമ്മയുടെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം ഹാജരാക്കും. സങ്കീർത്തനങ്ങൾ 50 അനുസരിച്ച് മീതെ ആകാശത്തെയും താഴെ ഭൂമിയെയും സാക്ഷികളായി വിളിച്ചു നിർത്തും. ഹബക്കുക്കിൻ്റെ ലേഖനം, ഹബക്കുക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് എടുത്തു നോക്കിക്കോണം. വീടുകളുടെ കിടക്കമുറികളുടെ ഭിത്തിക്കകത്തിരിക്കുന്ന കല്ലുകൾ സാക്ഷ്യം പറയാൻ എഴുന്നേറ്റ് വരാൻ ആവശ്യപ്പെടും. ഞാൻ നല്ലവനായി ജീവിച്ചു എന്ന് പറയുമ്പോൾ കിടക്കമുറിയുടെ അകത്ത് അരുതാത്തതിനെ കയറ്റിയവനെ ന്യായം വിധിക്കുവാൻ വിളിക്കുമ്പോൾ ആ കിടക്കമുറിയുടെ ഭിത്തിയുടെ കല്ലുകൾ, അവനവൻ്റെ സ്വന്തം കുടുംബം പോലും, ഇന്നത്തെ ഭാഷയിൽ ഹോട്ടലുകൾ പോലും, ആ കല്ലുകൾ എഴുന്നേറ്റ് വന്ന് സാക്ഷ്യം പറയും. മീതെ ആകാശം സാക്ഷി പറയും, താഴെ ഭൂമി സാക്ഷി പറയും. കെട്ടിടങ്ങളുടെ കല്ലുകൾ എഴുന്നേറ്റ് വന്ന് സാക്ഷ്യം പറയുമെന്ന് ഹബക്കുക്ക് പറയുന്നു. ജീവനുള്ള സകലതും ജീവനില്ലാത്ത നിശ്ചേതന വസ്തുക്കളും ഒരുപോലെ സാക്ഷ്യങ്ങളായി വിളിച്ചു നിർത്തിക്കൊണ്ട് 24 മൂപ്പന്മാരും
തേജസ്സിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അണ്ടാം 4 ജീവികൾ പരമാധികാരം കൈകാര്യം ചെയ്യുന്ന ആ 4 ജീവികളും മുട്ടുമടക്കി തിരുമുമ്പിൽ വന്ന് ഹാജരായിരിക്കുകയാണ്. രാജാക്കന്മാരുടെ രാജാവേ, കർത്താക്കന്മാരുടെ കർത്താവേ, അങ്ങ് നീതിയോടെ വിധിക്കുന്നവനാണ്, തൃക്കണ്ണുകളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു അന്ത്യന്യായ വിധിയുണ്ട്. ഇന്നെന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അതിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് ഈ തിരുവചനത്തിന്റെ പ്രമാണത്തിലൂടെ പോകുവാൻ ഞാൻ ദൈവകൃപയിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പുസ്തകം മാറുന്ന പുസ്തകമല്ല, ഇത് യുഗങ്ങൾ കൊണ്ട് മാറുകയില്ല. പാഠപുസ്തകങ്ങൾ മാറും, സ്കൂൾ സെക്കുലർ പുസ്തകങ്ങൾ മാറും, മാറാത്ത ഒരു പുസ്തകം ഈ പുസ്തകം മാറുകയില്ല. യഹോവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ഞാനങ്ങ് പൊയ്ക്കോട്ടെ. എതിർത്ത നിരീശ്വരന്മാരെ വന്ന് നില്ലടാ. തേണ്ടിരിക്കുന്ന ഈ പുസ്തകം, ഇതിലെ വിധികൾ നടത്തുകയാണ്. നീ നിത്യശിക്ഷയിലേക്ക് പോകാം. ഇറ്റ്സ് ഡൺ. കാൽവറിയിൽ നിവർത്തിയായി എന്ന് പറഞ്ഞ പദം ഒത്തിരി കൂടെ ഗൗരവമായി. അന്ന് ആരംഭിച്ച നിവർത്തീകരണം ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇറ്റ്സ് ഡൺ. അത് നിവർത്തീകരിക്കപ്പെട്ടു. ഞാനോ അൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും. ഹേ സൈറസ്, നിനക്ക് കുറച്ച് നാളത്തെ ആയുസ്. ഹേ ഡയോക്ലഷ്യൻ, നിനക്ക് 60 വർഷത്തെ ആയുസ്. ഞാനോ ആദ്യനും അന്ത്യനുമാണ്. എനിക്ക് ചെയ്യുവാനുള്ളത് ഞാൻ പൂർത്തീകരിച്ചു. ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, MA വർഗീസിന് 70 കഴിഞ്ഞു, ചിലർക്ക് 20 കഴിഞ്ഞു. നമുക്കൊരു നിശ്ചയിക്കപ്പെട്ട ആയുസ്സുണ്ട്. ഇവൻ നിത്യനാണ്, എന്നേക്കും വസിക്കുന്നവനാണ്. ക്രിസ്തുമതത്തെ എതിർത്തവനെ, ബൈബിൾ ചുട്ടവനെ, വാടാ. തേണ്ടിരിക്കുന്ന ബൈബിൾ നിന്റെ തലയ്ക്ക് മേളിൽ തണ്ട വെച്ചിരിക്കുന്നു. ഞാൻ ആകുന്നവൻ, ഞാൻ ആകുന്നു, എനിക്ക് മാറ്റമില്ല, അൽഫയും ഒമേഗയുമാണ്. വാടാ, കൊന്നവനെ വാ, ഭൂമിയെ നശിപ്പിച്ചവനെ വാ. നിങ്ങളെല്ലായിരുന്നോ ആ വൻകിട പീഡ അഴിച്ചു വിട്ടത്? ഓർക്കുന്നോ? റോമിലെ കൊലോഷ്യങ്ങളിൽ സൈഡുകളിൽ മുഴുവനും ക്രിസ്ത്യാനികളെ തൂണിന്റെ മേൽ കെട്ടിവെച്ച് എണ്ണ ഒഴിച്ച് കത്തിച്ചു. സിംഹങ്ങളെ അഴിച്ചുവിട്ട് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി. ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നടത്തി. അന്ന് മരിച്ചുപോയ ഭക്തന്മാരെ തേജസിന്റെ ഗാലറിയിലോട്ട് നോക്ക്. തേജോമയന്മാരായി, തേജസ് അണിഞ്ഞവരായി, ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ അവരിയ്ക്കുന്നത് കാണാമോ? ഡയോക്ലീഷ്യൻ നിനക്ക് കാണാമോ? റോമൻ ഗവൺമെന്റ് നിനക്ക് കാണാമോ? ഭാരത ഗവൺമെന്റ് നിനക്ക് കാണാമോ? The white throne judgment. പക്ഷെ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ഈ ഭൂമിയിൽ വെച്ചല്ല. വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റിനെ കുറിച്ച് പറയുന്നത് ആകാശം പോയി, ഭൂമി പോയി, അതിന്റെ സ്ഥലം പിന്നെ കണ്ടില്ല. ഞാൻ പുതിയ ആകാശം കണ്ടു, ഞാൻ പുതിയ ഭൂമി കണ്ടു. ഇതിന്റെ ഇടയിലാണ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. ഇതിന്റെ ഇടയിലാണ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. അത് എവിടെ വെച്ച് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിനറിയാം. തേജസ്കരിക്കപ്പെട്ടവനായി, ജോൺ ഹേഗി പറഞ്ഞൊരു വാചകം ചേർത്ത് പറയട്ടെ. മരിച്ചുപോയ ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ ശരീരത്തിന്റെ ഒരൊറ്റ മോളിക്യൂൾ, അതിനർത്ഥം മനസ്സിലാകുന്നവർക്കായി സ്തോത്രം, ഒരു മോളിക്യൂൾ തേജസ്കരിക്കപ്പെടാതെ പോയാൽ എന്റെ യേശുവിന്റെ ജയം ജയമല്ല. ആ ജയം ജയമായി മാറണമെങ്കിൽ അതിന്റെ ഓരോ മോളിക്യൂളുകളും. ഡയോക്ലീഷ്യൻ, നോക്കടാ, നീ കരിച്ച ബൈബിൾ കരിഞ്ഞിട്ടില്ല, ഒറിജിനൽ ഇവിടെ ഇരിപ്പുണ്ട്. നീ കത്തിച്ചത് ഡ്യൂപ്ലിക്കേറ്റാ, അതുകൊണ്ട് കാര്യമില്ല. അതിന്റെ 10,000 ഇരട്ടി അടിച്ചിറക്കി. സീസർ, മഹാരാജാവായ സീസറെ നീ ഒത്തിരി എണ്ണത്തെ കൊന്നതല്ലേ? നമ്മുടെ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു വാചകമുണ്ട്. സീസറെ, കൈസറെ, പണ്ട് പൗലോസ് വന്നപ്പോഴേ നീ വളരെ നിന്ദ്യമായി ഇടപെട്ടതല്ലേ? എടാ, കാലം മാറിയടാ. ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ പട്ടിയാ നിൻ്റെ പേര് വിളിക്കുന്നത്, കൈസറെന്ന്. ഞങ്ങളുടെ പിള്ളേർക്ക് പോളെന്നാ പേരിടുന്നത്. നീ പോയടാ. അയ്യോ, അത് പോൾ ഗോപാലകൃഷ്ണൻ്റെ നമ്മുടെ കാലത്തെ വിശദീകരണമാണ്. തമ്പുരാനിങ്ങോട്ട് പിടിച്ചെടുത്തിട്ട് കാണടാ. കുതിരവണ്ടികളുടെ പുറകിൽ കാല് രണ്ടും കയറ് കെട്ടിയിട്ട് വസ്ത്രമില്ലാതെ റോഡെ വലിച്ചു കൊന്നവൻ തേണ്ടടാ തേജസ്സിൻ്റെ സിംഹാസനത്തെ. നീയോ വലിച്ചെറിയപ്പെട്ട ഒരു ചുള്ളി പോലെ താണ്ട കിടന്ന് കത്തുന്നു. തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലേക്ക് തള്ളി. മഹാപുരോഹിതന്മാരെ, ന്യായശാസ്ത്രിമാരെ, വാടാ, വന്ന് കാണടാ. വേദപുസ്തകം വേണ്ടാന്ന് വെച്ചവനെ എൻ്റെ ഒന്നുകൂടെ വിശദീകരിച്ചാൽ പറ്റുള്ളായിരുന്നല്ലയോ? ബൈബിൾ ബേണേഴ്സ്, ഭാഗികമായി അതിനെ അനുസരിച്ച് ബാക്കി ഒളിച്ചു വെച്ചവനെ, വിശ്വസിക്കാൻ സ്നാനപ്പെടുക എന്നുള്ളതിനകത്ത് വിശ്വാസം മാറ്റിവെച്ചേച്ച് പകുതി കളഞ്ഞവനെ,
രക്ഷിക്കപ്പെടുകയും വേർപെടുകയും ഒന്നുള്ളത്തെ വേർപാട് എടുത്തു കളഞ്ഞവനെ, പകുതി കളഞ്ഞവനെ, ഡിസൊബീഡിയന്റ്, എഴുതിയത് അങ്ങനാണെങ്കിലും ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞവനെ, സ്കോഫേഴ്സ്, പരിഹസിച്ച് കളിയാക്കി നടന്നവനെ, ജോക്കേഴ്സ് ആൻഡ് മോക്കേഴ്സ്, വീഡിയോ എഡിറ്റ് ചെയ്ത് ദൈവജനത്തെ അപമാനിച്ചവനെ, എടാ റിലീജിയസ് ലീഡർ, കൾച്ചറൽ ഗ്രൂപ്പ്സ്, ഞങ്ങൾ കൾച്ചറിനനുസരിച്ചാണ് ജീവിക്കുന്നത്, വാ വന്ന് കാണ്. സൊസൈറ്റിക്ക് അനുസരിച്ച് പോയവർ, മോഡേണിസത്തിനനുസരിച്ച് പോയവർ, മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തവർ, വേദപുസ്തകം ദുർവ്യാഖ്യാനം ചെയ്തവർ, നെഗ്ലക്റ്റ് ചെയ്തവർ, പോട്ടെ എന്ന് ആരും നോക്കിയാലെന്തേന്ന് പറഞ്ഞവന്, കോംപ്രമൈസ് ചെയ്തവൻ, എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന് നിൽക്ക്, സകല കള്ളനും ഒരുമിച്ച് വാ, എൻ്റെ വചനം സ്വർഗത്തിൽ സ്ഥിരമാണ്, അതിനകത്ത് വ്യത്യാസമില്ല. അതുകൊണ്ട് എൻ്റെ ജനമേ വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം ഒരു ന്യായവിധി. ഞാനങ്ങ് മാറിക്കോട്ടെ. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം ഒരു ന്യായവിധി. യേശുവിനെ, ഇതിൻ്റെ നാമത്തെയും കുറിച്ച് ലജ്ജിച്ചവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലോട്ട് തള്ളും. ഭീരുക്കള വിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ, സകല അഹങ്കാരികളും ബിംബാരാധികളും, ഭോഷ്ക് പറയുന്ന ഏവനുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയാ. ഒത്തിരി അങ്ങോട്ട് മാറ്റും. ബാക്കിയുള്ളതിനോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ. അവരവരുടെ നിരയിലേക്ക് വരാം. 1-ാം നിര, 2-ാം നിര, 3-ാം നിര, 10-ാം നിര, 1000 നിര. എൻ്റെ ദൈവമക്കളെ, 1-ാം നിരയിൽ പണിന്ന് ട്രൈ. ഓരോരുത്തരും താന്താൻ്റെ നിരയിൽ എല്ലാം കണ്ടുകൊണ്ടുവന്ന് അടയ്ക്കാം. ഒരൊറ്റ ചോയ്സ് ഉള്ളത് ഇവിടെ നമുക്കാകട്ടോ. ഇവിടെ തീരുമാനിക്കേ ഉള്ളൂ. ഞാൻ ഈ സന്ദേശം അടുത്ത ആഴ്ചത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ആഴ്ച കൊണ്ട് നിൽക്കുക. കർത്താവേ, അടിയനെ ഏൽപ്പിച്ചത് അറ്റ്ലീസ്റ്റ് ഓൺ ദിസ് ഡേ ഇങ്ങനെങ്കിലും നിർത്താണ്ടെന്ന് കൃപയ്ക്കായി സ്തോത്രം. അടിയനെയും അടിയനുള്ളതിനെയും സഭയെയും കേൾവിക്കാരെയും ദൈവകരങ്ങളിൽ തരുന്നു. തവയെ ഉന്നത നിരകളിലേക്ക് കയറുവാൻ, ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ കൃപ തരണമെന്ന് സഭയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. മഹത്വം അങ്ങെടുക്കണം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.